സ്വീകരിക്കുന്നു. ഈശോയെ രക്ഷകനായി എന്റെ ദൈവമായി വിശ്വാസത്തോടെ സ്വീകരിച്ച് ഞാൻ പ്രഘോഷിക്കുന്നു. ഈശോയെ അങ്ങയുടെ രക്ഷയാൻ പൊതിയണമേ. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, നിയമത്തിന്റെ ബന്ധനത്തിൽ നൽകണമേ. ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. അഭിഷേകത്തിന്റെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ നയിക്കണമേ. പിന്നെ നിയമത്തിന്റെ ബന്ധനത്തിൽ മോചിപ്പിച്ച് കൃപയിലേക്ക് കൃപയ്ക്കുമേൽ കൃപയിലേക്ക് ആത്മാവേ കൃപയുടെ പൂർണ്ണതയിലേക്ക് കൃപയുടെ പൂർണ്ണതയിലേക്ക് ജീവിതത്തിലേക്ക് എത്തിക്കണമേ. ഇരിക്കാം. കഴിഞ്ഞ ദിവസം നിങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ഒരുമിച്ച് കൂടി. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ കണ്ടിട്ട് കുറെ വർഷമായില്ലേ? ഞാൻ കഴിഞ്ഞ ഒടുവിലോട് നിന്ന് 6 വർഷം മുമ്പ് അന്നുണ്ടോ ഇവിടെ നമ്മള് രണ്ടുപേരെയും ഒരുമിച്ചാണ്. ഓക്കെ, സന്തോഷം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ പറഞ്ഞ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചതിന്റെ ഒരു ചുരുക്കം ഒറ്റവാക്കി പറഞ്ഞ എങ്ങനെയാണ്? ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിന്റെ രൂപവും ലിംഗവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവരാജ്യത്തെ പ്രതി എന്തും ത്യജിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയില്ല. നമ്മുടെ സ്വീറ്റ് സഹോദരൻ ഇപ്പൊ നമ്മളോട് പറഞ്ഞതിന്റെ ഒരു ചുരുക്കവും അത് തന്നെയാണ്. അപ്പൊ ഞാൻ സ്വീറ്റിലേക്ക് പണ്ട് കണ്ടുകൊണ്ടിരുന്നത് തൃശ്ശൂർ താല്പര്യാശ്രമത്തില് ധ്യാനം നടത്താൻ ചെല്ലുമ്പോൾ അന്ന് ഞങ്ങളെയൊക്കെ എന്താ പറയാ അവിടെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ചുറുചുറുക്കോടെ ഓടി നടന്ന് ആ ശുശ്രൂഷ ചെയ്തിരുന്ന സ്വീറ്റിലെ ഇന്ന് ലോകം മുഴുവനും കർത്താവിന്റെ എന്താ പറയാ വചനം എത്തിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ നമ്മുടെ കേരളത്തിന് തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വലിയൊരു അഭിമാനമാകട്ടെ തരത്തിൽ ദൈവം ഉയർത്തിയത് കാണുമ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നുകയാണ്. ഇത് നമുക്കൊരു മാതൃകയും കൂടിയാണ്, വലിയൊരു പ്രചോദനമാണ്, ഒപ്പം നമുക്കൊരു മാതൃകയുമാണ്. ഞാൻ പറഞ്ഞ ഇതാണ്, നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചു വന്ന ഇതാണ്, ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈശോ പറഞ്ഞു, ജീവൻ വസ്ത്രത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ഉപരിയാണ്. അല്ലെ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ഓർമ്മ അല്ലേ? ജീവൻ പോകുന്നതുകൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വസ്ത്രം ഊരിയിട്ടേച്ച് പൊക്കോ. നിനക്ക് ജീവൻ വേണമെങ്കിൽ വസ്ത്രം ഊരിയിട്ടേച്ച് പൊക്കോളാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വേണ്ട, വസ്ത്രം ഊരാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നെ കൊള്ളാൻ പറഞ്ഞ ആരും മുന്നോട്ട് പോകും. പറഞ്ഞേ, നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി, വേറെ ആരുടെ കാര്യം പറയണ്ട. ജീവൻ വസ്ത്രത്തെക്കാളും വിലയുള്ളതാണ്. ജീവൻ വസ്ത്രത്തെക്കാൾ വിലയുള്ളതാണെങ്കിൽ ജീവനേക്കാൾ വിലയുള്ളതാണ് നിത്യജീവൻ. അപ്പോൾ ഒരു നിത്യജീവൻ പ്രാപിക്കുന്നതിന്, ഒരു നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം മരണവും മരണാനന്തര ജീവിതവും. ഒരുപക്ഷെ നമ്മളിതിന് കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് പോലും, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു വിഷയമാണ്. സാധാരണ അധികമാരും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് മറ്റുള്ളവരുടെ മരണത്തെ കുറിച്ചല്ല, സ്വന്തം മരണത്തെ കുറിച്ച് അധികമാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒന്ന് പരിശോധിച്ച് നോക്കി കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, ഇല്ലേ? ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ ഞങ്ങള്
ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു യാത്ര ചെയ്തു. ചെറിയ യാത്ര, ഒരു 15-20 മിനിറ്റ് നേരത്തെ യാത്ര. അതിനും ഒരു ഒരുക്കമുണ്ട്. അത് ആവശ്യമുള്ള സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ച്, വയലൊക്കെ എടുത്ത്, വണ്ടി സംഘടിപ്പിച്ച്, അതിന് വേണ്ട ക്രമീകരണമൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതിനൊരു ഒരുക്കം. ഈ ഒരുക്കം പോലെ നമ്മുടെ ഒരു കുറച്ചുകൂടെ ദീർഘമായ ഒരു യാത്ര പോകുകയാണ്. കുറേ കൂടി ദീർഘമായ ഒരു യാത്രയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരുക്കം ആവശ്യമുണ്ട്, അല്ലേ? നിങ്ങളൊരു പക്ഷേ ഈ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് നിങ്ങൾ കുടിയേറുകയാണ്, മൈഗ്രേഷൻ നടത്തി അങ്ങോട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ അത് നിങ്ങൾ ഇനി ആ നാട്ടിലേക്ക് പോവുകയാണ്. ഇനി എന്നാ വരുന്നതെന്ന് അറിയില്ല, വരുമോന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളും സ്വന്തക്കാരുകളും എല്ലാം യാത്ര പറഞ്ഞ് നിങ്ങൾക്ക് ആ നാട്ടിലേക്ക് പോകുന്നതിന് ആവശ്യമായ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി നിങ്ങളങ്ങ് പോകും. അപ്പൊ അതിന് ദീർഘമായ ഒരുക്കമുണ്ട്, ദീർഘമായ ഒരുക്കം. അപ്പൊ യാത്രയ്ക്ക് എപ്പോഴും ഒരുക്കം ആവശ്യമാണ്. മരണം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ അന്ത്യ യാത്രയാണ്. മരണം പറഞ്ഞേ അന്ത്യയാത്രയാണ്. ഇപ്പൊ മരണം അന്ത്യയാത്രയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു, ഒരു ചെറിയ യാത്രയ്ക്ക് ഒരുക്കമുണ്ട്, കുറച്ചുകൂടെ വലിയ യാത്രയാണ് അതനുസരിച്ചുള്ള ഒരുക്കമുണ്ട്. ഞാനിപ്പോ 1 മാസത്തേക്ക് വന്നു, മറ്റന്നാൾ തിരിച്ചു പോകുക. ഈ 1 മാസത്തേക്ക് വന്നപ്പോഴത്തേക്കും ഈ അരമണിക്കൂർ സമയത്ത് ഒരുക്കം പോരെ, മതിയോ? പോരെ. അപ്പോ നമ്മള് എന്നേക്കുമായി പാപം നിറഞ്ഞ, രോഗം നിറഞ്ഞ, ശാപം നിറഞ്ഞ, തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ എന്നേക്കുമായിട്ട് യാത്രയാവുകയാണ് മരണം എന്ന അന്ത്യയാത്രയിലൂടെ. ക്ലാസ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ യാത്ര അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടതും ഈ യാത്രയ്ക്ക് വേണ്ടിയാണ്. കാരണം ഇത് അനിവാര്യമായ യാത്രയാണ്, മാറ്റിവെക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്ന യാത്രയല്ല. മറ്റേത് യാത്രയും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലേ? അത് തീർച്ചയായിട്ടും ഒരുക്കിയേ തീരൂ. നിർബന്ധമായിട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയേ പറ്റും. അപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാല് ആർക്കും ഈ യാത്രയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ്. ഇതിന് നന്നായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തില് നമുക്ക് ആരംഭിക്കാം വചനം വായിച്ചുകൊണ്ട്. 14-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. ആദ്യം കിട്ടിയാൽ ഉറക്കം വായിക്കുമല്ലോ. അനന്തരം സ്വർഗത്തിൽ എന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവൻ അനുഗ്രഹീതരാണ്. മതി, ആ വാക്കാണ്. കർത്താവിൽ മരണനിദ്ര പ്രാപിക്കുന്നവർ, പഴയ വ്യവസ്ഥനത്തിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ മൃതി അടയുന്നവർ. കർത്താവിൽ മരണനിദ്ര പ്രാപിക്കുന്നവർ, മരണമല്ല മരണനിദ്രയാണ്. കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്നുള്ള വാക്കാണ് കുറച്ചുകൂടി ശരി എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുക. കാരണം പഴയ കാലത്തൊക്കെ നമ്മുടെ പള്ളികളോട് ചേർന്നുള്ള സെമിത്തേരിയിൽ എഴുതി വെച്ചിരുന്നത്, കല്ലറയിൽ എഴുതിയിരിക്കുന്നത് ജനനം, മരണം എന്നല്ല. ജനനം എന്നുള്ള അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ മരണം എന്നല്ല എഴുതുന്നത്, നിദ്ര എന്നാണ്. മരണനിദ്ര. മരണം എന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതാണ് എൻ്റെ ഓർമ്മ. മരണം ദൈവത്തിൽ നിന്നുള്ളതല്ല, മരണം ദൈവം സൃഷ്ടിച്ചതുമല്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 1:13 പറയും, മരണം ദൈവമല്ല സൃഷ്ടിച്ചത്, അതായത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. അപ്പൊ മരണം നിദ്രയാണ്, ഇതൊരു ഉറക്കമാണ്. ഉറങ്ങുന്നത് എന്തിനാ? എന്നോട് വന്നപ്പോലും ഇവരോട് ചോദിച്ചത് അല്പം കട്ടൻ കാപ്പിയൊക്കെ മേടിച്ചു വെച്ചു. കുറെ ദിവസമായിട്ട് ഉറക്കം ഒന്നും ശരിയാവാത്തതുകൊണ്ട് അവിടുന്ന് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. വേണ്ടത്ര സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ തമ്പുരാനെ എന്താ പറയാ, തമ്പുരാനെ ഏൽപ്പിച്ച പണിയുണ്ട്. രാത്രിയിൽ പല ദിവസവും വളരെ ലേറ്റ് ആയിട്ട് കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നു. കുറഞ്ഞ മണിക്കൂറുകൾ, കുറച്ച് സമയമൊക്കെ ഉറങ്ങാൻ പറ്റും. ചില ദിവസത്തിൽ 2 മണിക്കൂറൊക്കെ കിട്ടും. അതുകൊണ്ട് ഇച്ചിരി ക്ഷീണം വരും.
അപ്പൊ ഈ ഉറങ്ങുന്നത് നമുക്ക് ആവശ്യമാണ്, അല്ലേ? അല്ലേ? എന്തിനാ? ക്ഷീണമൊക്കെ മാറിയിട്ട് ഉണരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉറക്കം തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ലോകത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ ഭാരത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ഒന്ന് നന്നായിട്ട് ഉറങ്ങി തമ്പുരാന്റെ കരങ്ങളിൽ നമ്മൾ ഉണരുകയാണ്. അതുകൊണ്ട് ഈ ഉണർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് മരണം എന്ന് പറയുമ്പോൾ അവിടെ അവസാനിക്കുക, എന്നാൽ ഇത് ഒരു നിദ്രയാണ്. നിദ്രയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നമ്മള് സാധാരണ രീതിയില് ഈ ഓഫീസ് പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ വായിക്കാറുള്ള വചനഭാവം ഉണ്ടല്ലോ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തില് 4-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ, 1 തെസ്സലോനിക്ക, അത് നമുക്കൊന്ന് വായിക്കാം. വളരെ പരിചിതമാണ് ഈ വചനമൊക്കെ നിങ്ങൾക്ക്, എന്റെ സഹോദരന്റെ. സഹോദരനെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്തതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് നോക്കിക്ക്. നിദ്ര പ്രാപിച്ചവർ, മരിച്ചവരെ കുറിച്ചല്ല. മരണം പാപത്തിൽ ജീവിച്ചവർക്കുള്ളതാണ്. ശ്രദ്ധിക്കണം, ആർക്കുള്ളതാ മരണം? പാപത്തിൽ ജീവിച്ചവർക്കുള്ളതാണ് മരണം. മരണം ദൈവത്തിൻ്റെതല്ല. കാരണം ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ മരണം വന്നത്? പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളമാണ് മരണം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 28-ാം അധ്യായം 15-28-15 ദൈവത്തോട് മനുഷ്യമക്കൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ഉടമ്പടിയുണ്ട്, മരണവുമായി ഞങ്ങൾ സഖ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പാതാളത്തിലേക്ക് പൊക്കോളാം, നരകത്തിലേക്ക്, ഞങ്ങൾ നാശത്തിലേക്ക് പൊക്കോളാം. ഇത് മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സാത്താനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരം സാത്താൻ നമ്മുടെ മേൽ കെട്ടിയേൽപ്പിച്ചതാണ്, മനുഷ്യന്റെ മേൽ കെട്ടിയേൽപ്പിച്ചതാണ് എന്ത്? മരണം. ഒരു വചനം കൂടി നോക്കിയ ജ്ഞാനം 1:13, ജ്ഞാനം 1:13, ഇവിടേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു. ജ്ഞാനം 1:13, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല, ദൈവം മരണത്തെ സൃഷ്ടിക്കുന്നില്ല. ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. ദൈവത്തിന് ആഹ്ലാദമുള്ള ഒരു കാര്യമേ അല്ലത്. പിന്നെ നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. മാരക വിഷം അവയിലില്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല. 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതേ അധ്യായം നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. ജ്ഞാനം 1:11. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. പരദൂഷണം പറയരുത്. രഹസ്യം പറച്ചിലിന് പ്രഖ്യാതം ഉണ്ടാകും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിച്ചു. അടുത്ത ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തുക. 11 പോയതാണ്. 12-ാമത്തെ വാക്യമാണ് പറയേണ്ടിയിട്ടുള്ളത്. ഒരു വാക്യം പുറകിൽ നമ്മൾ തുടങ്ങിയത് കൊണ്ടാണ് തിരുത്തി വായിച്ചാൽ മതി. അതാണ് ആ 12-ാം വാക്യം വായിച്ചത്. ജീവിതത്തിലാണ് മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ കടന്നു വരുന്ന ഒരു അഗ്നി അല്ല. ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ മരണത്തിനായി നീ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് മരണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം മരണം പാപത്തിന്റെ ശിക്ഷയാണ്. അപ്പൊ നിങ്ങൾ എന്തേ ചോദിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഒരു പാപവും ചെയ്യാത്ത ദൈവത്തിന്റെ പുത്രന് എന്തുകൊണ്ട് മരണം ഉണ്ടായി? യേശു മരിച്ചില്ലേ? ഇല്ലേ? എന്തുകൊണ്ടാണ് യേശുവിക്ക് മരണം ഉണ്ടായത്? പാപത്തിന്റെ ശമ്പളമാണല്ലോ മരണം. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മരണം കാണാതെ എടുക്കപ്പെട്ടു. ഒരു നിദ്രയിലൂടെ നമ്മ കടന്നു പോകുന്നു, ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. എന്റെ പുറകിലൊരു, നിങ്ങൾക്കറിയാമായിരിക്കാം, പരിശുദ്ധമ്മ ഈ ലോകത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള സമയമായപ്പോൾ
ഒരു ആത്മീയ നിദ്രയിലാണ്. അതിനുശേഷം അമ്മയുടെ ആ ഭൗതിക ശരീരം അടക്കം ചെയ്തു ഒരു കല്ലറയിൽ. ആ സമയത്ത് നമ്മുടെ പിതാവായ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. തോമാസ് ലീഹയെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദുഷ്പേരുണ്ട്. അങ്ങനെ ഒരു പിടിവാശിക്കാരനാണ്. അത് നല്ലതായാലും ചീത്തയായാലും തോമാസ് ലീഹയ്ക്ക് കാണാൻ പറ്റില്ല. ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം തോമാസ് ലീഹ കേരളത്തിലേക്ക് പോകുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ചിത്രവുമായിട്ടാണ് വന്നത്. ലൂക്ക വരച്ച ചിത്രവുമായിട്ടാണ് വന്നത്. നിത്യസഹായ മാതാവിന്റെ ചിത്രം. അതിന്റെ ഒരു കോപ്പിയായിട്ടാണ് പോകുന്നത്. അമ്മയോട് വലിയ സ്നേഹമായിരുന്നു, ഭക്തിയായിരുന്നു. അതിനുശേഷം തോമസ് ലീഹ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ജെറൂസലത്തേക്ക് പോകുന്നുണ്ട്. ചരിത്രത്തിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ആദ്യം തോമസ് ലീഹ വരുന്നത് വടക്കേ ഇന്ത്യയിലേക്കാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പലരുടെ അറിവനുസരിച്ച് കൊടുങ്ങല്ലൂർ വന്നു, പാലയൂർ വന്നു. തോമസ് ലീഹ വരുന്നത് സിൽക്ക് പാതയിലൂടെ അലക്സാന്ദ്രിയയിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് ഇന്തോനേഷ്യ വരെ നീണ്ടു കിടക്കുന്ന, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് സിൽക്ക് പാത. ആ സിൽക്ക് പാതയിലൂടെയാണ് വരുന്നത്. പേർഷ്യയിലൂടെ കടന്ന് മുൾട്ടാൻ, അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമാണത്, അഫ്ഗാനിസ്ഥാൻ കടന്ന് പാകിസ്ഥാൻ കടന്ന്, പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും അതുപോലെ ഇന്നത്തെ എന്താ പറയാ അഫ്ഗാനിസ്ഥാനും എല്ലാം കൂടി ചേർന്നായിരുന്നു പഴയ സാമ്രാജ്യം, സിന്ധു സാമ്രാജ്യം. ആ സിന്ധു സാമ്രാജ്യത്തിലേക്ക് വരുന്നു. ആ സിന്ധു സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വികസിതമായ ഒരു മേഖലയായിരുന്നു ഇന്നത്തെ പാകിസ്ഥാനിലുള്ള മുൾട്ടാൻ എന്ന പ്രദേശം. അത് കറാച്ചിക്കൊക്കെ കുറച്ച് അടുത്താണ്. ആ ഭാഗത്തു നിന്നൊക്കെ കുഴിച്ചെടുത്ത ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നു തോമസ് ലീഹയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമക്കാർ ഉപയോഗിച്ചിരുന്ന നാണയവും ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന കുരിശുരൂപവും ഒക്കെ, അതുപോലെ തകർക്കപ്പെട്ട ദേവാലയത്തിന്റെ ശേഷിപ്പുകളൊക്കെ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമ്മൾ ഒരുപാട് പോകുന്നില്ല. അപ്പൊ അങ്ങനെ തോമസ് ലീഹ ആദ്യം വന്ന് നമ്മുടെ ഇന്നത്തെ വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ തോമസ് ലീഹയുടെ ശുശ്രൂഷ നടന്നിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നടത്തിയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. അതൊക്കെ ഇന്ന് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. യൂട്യൂബിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ചെറുതെങ്കിലുമൊക്കെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട കുറെ തെളിവുകൾ നമുക്ക് അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. അവിടെ അത് വെച്ചിട്ട് അതിനൊരു കാരണമുണ്ട്. ഈ തോമസ് ലീഹയ്ക്ക് ഇങ്ങനെ വരേണ്ടി വന്നതിന്റെ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈശോ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പസ്വലന്മാരെ അയക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിജാതീയന്റെ അടുത്തേക്കല്ല പോകുന്നത്. ഇന്ത്യയിലുള്ളവരൊക്കെ ആരാ? ഇന്ത്യയിലുള്ളവരൊക്കെ ആരാ? അപ്പൊ ഞാൻ തന്നെ ഇന്ത്യയിലേക്ക് വന്നു. വിജാതിയുടെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ അനുസരിക്കാത്തവരാണ് അപ്പസ്വലന്മാർ. ശക്തി പ്രാപിച്ചതിന് ശേഷം ഇവര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോ തുടർന്ന് പറഞ്ഞു, ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളുടെ അടുക്കിലേക്ക് നമ്മൾ പോകണം. ട്രൈബ്സ് അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ആയിട്ട് ഇടകലർന്ന ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവര് മറ്റു പല മതങ്ങളിലൊക്കെ ലയിച്ചു ചേർന്ന് പോയി. കാലങ്ങളേറെ കടന്നുപോയത് കൊണ്ട്. കാരണം BC 537 ബാബിലോൺ ചക്രവർത്തി നെബൂഖദ്നേസർ ഇസ്രായേൽക്കാരെ പിടികൂടി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നാട് കടത്തി. അതിനു മുമ്പ് BC 721 അസീറിയൻ ചക്രവർത്തി ഷൽമനാസർ സമറിയ പിടിച്ചടക്കി. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽക്കാരിലെ 10 ഗോത്രങ്ങൾ, യൂദ, ബെഞ്ചമിൻ, ഈ 2 ഗോത്രങ്ങൾ ഒഴികെ ബാക്കി 10 ഗോത്രങ്ങളെയും തകർത്തു. അവിടെയുള്ള കുടുംബങ്ങളെല്ലാം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നാട് കടത്തി. ഇത് ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം. അന്ന് ഏകദേശം 70,000 കുടുംബങ്ങൾ നാട് കടന്നു. അവരെവിടെ പോയി? അവരിവിടെ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ. പിന്നീട് ദാവീദിന്റെ ആദ്യം നമ്മള് BC 721 കാലഘട്ടത്തിൽ, അതിനുശേഷം BC 537 കാലഘട്ടത്തിൽ, പിന്നീട് ഇസ്രായേൽക്കാർ പല കാലഘട്ടത്തിലായിട്ട് പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടവര് പല നാടുകളിലൂടെ കടന്നുമൊക്കെ ഇവര്
പല ദേശങ്ങളിൽ ചെന്ന് ദേശാന്തര ഗമനം നടത്തി പല സ്ഥലങ്ങളിലൊക്കെ താമസം ഉറപ്പിച്ചത് നമുക്ക് ചരിത്രത്തിന്റെ നാൾവഴിയിലൂടെയും വിശുദ്ധഗ്രന്ഥത്തിലൂടെയും പരിശോധിക്കുമ്പോഴൊക്കെ കാണാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് യഹൂദര് ചെറുക്കപ്പെട്ടിരുന്നു. അതിലൊരു വലിയ വിഭാഗം ഉണ്ടായിരുന്നത് ഇന്ത്യയിലാണ്. അവര് ആദ്യം വന്നത് കടൽമാർഗമോ അല്ലെങ്കിൽ കരമാർഗവുമാണ്. കരമാർഗമാണ് അവർക്ക് അന്ന് സഞ്ചരിക്കാനായിട്ട് കൂടുതൽ സ്വീകാര്യത ഉണ്ടായിരുന്ന മാർഗം. കാരണം കരമാർഗം വരാൻ പറ്റുന്ന മാർഗമായിരുന്നു സിൽക്ക് പാത. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സിൽക്ക് പാതയെ കുറിച്ച്. ആ സിൽക്ക് പാത കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്തിരുന്ന പാതയാണ്. അതുകൊണ്ടാണ് തോമസ് ലീഗിന് നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. തോമസ് ലീഗ് നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ യഹൂദൻ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത് അതിലായിരുന്നു അന്നത്തെ കരയിലൂടെയുള്ള യാത്രാപഥം. അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം തോമസ് ലിഹായിക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഒരു ഘട്ടം മിഷൻ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം പൗലോസ് അപ്പസ്തലൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് എന്തിനാണ്? തിരിച്ചു പോകുന്നത് ജെറൂസലേം സൂനകദോസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പസ്തലന്മാരുടെ ആദ്യത്തെ കൂട്ടായ്മ, യേശുവിന്റെ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സാർവത്രിക സൂനകദോസ്, ജെറൂസലേം സൂനകദോസ്, അപ്പസ്തോലൻ നടപടി 15-ാം അധ്യായം വായിച്ചാൽ മതി. ആ സൂനകദോസ് പങ്കെടുക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അമ്മ പോയി. തോമാസിലേക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അങ്ങേരുടെ സ്വഭാവം അനുസരിച്ച് പിടിവാശി കാണിച്ചു. എവിടെ പോയി, എങ്ങനെ പോയി, എന്താ ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കല്ലറ കാണും. അങ്ങനെ തോമാസ് ലീഗ വാശി പിടിച്ചു കഴിഞ്ഞപ്പോൾ കല്ലറ തുറക്കപ്പെട്ടു. കല്ലറയിൽ നിന്ന് ഏതാനും അത്യധികം സുഗന്ധമുള്ള കുറച്ച് പുഷ്പങ്ങളും പരിശുദ്ധി അമ്മ അരയിൽ കെട്ടിയിരുന്ന അന്നത്തെ യഹൂദ സ്ത്രീകൾ കിട്ടുമായിരുന്ന അരക്കച്ച, അതിന് മുകളിൽ കിട്ടുന്ന ഒരു സാധനം, അതിന് സൂനോറ എന്നാണ് സുറിയാനി ഭാഷയിൽ പറയും. എന്നാൽ കേരളത്തിൽ പല പള്ളികളുണ്ട്, സൂനോറ പള്ളികൾ. ഈ കച്ചയുടെ ഭാഗങ്ങള്, ചെറിയ ഭാഗങ്ങളൊക്കെ മുറിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പള്ളികളാണ്. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവാലയങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറവിലേക്കാണ്. അതുപോലെ കോട്ടയത്ത് മണർകാട് പള്ളി, കോഴിക്കോട് ജില്ലയില് ഒരു പള്ളിയുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ അംശങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്ഥലത്തും കാണുമായിരിക്കും. ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇങ്ങനെ ഇത് കാണപ്പെട്ടു. പക്ഷെ അമ്മയെ കാണാൻ പറ്റും. അങ്ങനെ അവർ വിഷമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തോമാസിയുടെ മനസ്സ് നിറപ്പോഴാണ് ഇത് അത്ഭുതകരമായി കാണിച്ചു കാണുന്നത്. മാലാഖമാർ പരിശുദ്ധ അമ്മയെ പകച്ചുകൊണ്ട് സ്വർഗയാത്ര നടത്തുന്ന കാഴ്ച. ഒരു പാരമ്പര്യം പറയുന്ന ആ സമയത്ത് അമ്മ ഇങ്ങനെ സ്വർഗത്തിൽ മാലാഖമാരെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ, മാതാവിന്റെ ആ സ്വർഗീയ യാത്ര കാണുമ്പോൾ, ആ സമയത്ത് തോമാസ്ലിഹായും ശിഷ്യരും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയതാണ് ഈ സൂനോറ എന്നും ഒരു പാരമ്പര്യമുണ്ട്. 2 പാരമ്പര്യമുണ്ട്. എന്തായാലും അത് അമ്മ ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടെ സൂനോറയെ കുറിച്ച് അല്ലല്ലോ പഠിക്കേണ്ടത്. കാര്യം ഞാൻ ഇടയ്ക്ക് കയറി വന്നപ്പോൾ ഇതൊക്കെ സൂചിപ്പിച്ചു മാത്രമേ. ഒരു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറയണം കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. സഭയുടെ പാരമ്പര്യങ്ങളാണ്. സഭയുടെ എന്താ പറയാ, ബൈബിൾ കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്ന സഭാ പാരമ്പര്യങ്ങള്, സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ, അതിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പം പരിശുദ്ധ നമ്മൾ മരണാന്ത വിഷയത്തെ കുറിച്ച്, അമ്മ മരണം കൂടാതെ എടുക്കപ്പെട്ടു, ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതൊരു യാഥാർത്ഥ്യമാണ്. സഭ വിശ്വസിക്കുന്നുണ്ടത്. അത് വിശ്വസിക്കുന്നില്ലാത്ത കത്തോലിക്കറില്ലാത്ത ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുണ്ട്. അത് അവർക്ക് നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഇത് ബോധ്യപ്പെടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു സാധാ മനുഷ്യ വ്യക്തിയായിട്ട് മാത്രം മറിയത്തെ കണ്ടാൽ മറിയത്തിന് മരണമുണ്ട്. എന്നാൽ മരണത്തിന് പോലും മരണമുണ്ടെന്ന് തെളിയിച്ച യേശുവിന്റെ അമ്മയായതുകൊണ്ട് മരണത്തിന് മരണമുണ്ടെന്ന് എപ്പോഴാ മനസ്സിലായത്? മരണത്തിന് മരണമുണ്ടെന്ന് എപ്പോഴാ മനസ്സിലായത്? യേശു മരണത്തെ തോൽപ്പിച്ചപ്പെടാം. യേശു മരണം ഏറ്റെടുത്തു, മരണത്തിന്റെ മേൽ വിജയം ഭരിച്ചു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനം 15 ചോദിക്കും, മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിന് ഇനി ശക്തിയില്ല. മരണത്തിന് ഇനി നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല.
സാത്താന്റെ കയ്യിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ആയുധമാണ് എന്ത്? അൺകോപ്പ് വിഭജിക്കുക എന്ന് പറഞ്ഞ കാര്യം തട്ടിക്കളയും. പക്ഷെ ഈശോ അതിനെയും മറികടന്നു, അതുക്കും മേലെ. അപ്പോ നമ്മള് ചിന്തിച്ചു വന്നത് ഇതാണ്, ഇപ്പൊ മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയാണ്. അത് ഈശോ എടുത്തു മാറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വഴിയെ ചിന്തിക്കണ്ട. ആ വഴിയെ ചിന്തിക്കണം നമ്മൾ എപ്പോഴാണെന്നറിയാമോ? നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നില്ല. അതൊന്ന് ഓർത്തേക്കണം കേട്ടോ. യേശുവിനോട് പക്ഷം ചേരുന്നില്ല എങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും മരണം. ഇവിടെ നമുക്ക് ലഭിക്കുന്ന മരണം നിത്യമരണമായിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ജീവൻ നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പൊ കർത്താവിൽ മരണ നിദ്ര പ്രാപിക്കുന്നവർ അനുഗ്രഹീതരാണ്. നേരത്തെ വായിച്ച വചനത്തിലേക്ക് ഒന്നോടെ പോകണം. തെസ്സലോനിക്യ ലേഖനത്തിൽ അവിടെ അപ്പോസ്തലൻ പറയാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു വിഷയമാണ് കേട്ടോ. നമ്മളൊരു 2 ദിവസമൊക്കെ എടുത്തത് ക്ലാസ്സാണ്. പക്ഷേ വളരെ അപൂർവം ഗ്രൂപ്പുകളിൽ ഇതിന് അവസരം കിട്ടാറുണ്ട്. എന്തായാലും കുറച്ച് സമയം നിങ്ങൾ എന്തോരം സമയം ഇരിക്കുക, അത്രയും സമയം നമുക്ക് ചിന്തിക്കാം. ഓക്കെ, വായിക്കേ, പെട്ടെന്ന്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾ അറിവുണ്ടായിരിക്കണമെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾ കിടന്ന് ഉറങ്ങുക. നമ്മുടെ വീട്ടിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു, നമ്മുടെ ഒരു കുടുംബാംഗം ഉറങ്ങുന്നു. ഉറങ്ങുന്നത് കാണുമ്പോൾ ഉറങ്ങുന്നത് കുറച്ച് കഴിയുമ്പോൾ ഉണരാൻ വേണ്ടിയാണ്, ക്ഷീണമൊക്കെ മാറി അല്ലേ? നമ്മൾ ആരെങ്കിലും കഴിയാറുണ്ടോ? ഇല്ല. എന്നാൽ അപ്പോസ്തലൻ പറയാണ്, കർത്താവ് നിദ്ര പ്രാപിച്ചതിനെ കുറിച്ച് നിങ്ങളും കരയേണ്ട കാര്യമില്ല. കർത്താവ് നിദ്ര പ്രാപിച്ചവരെ ആരെ കുറിച്ച് നമ്മൾ കരയേണ്ട കാര്യമില്ല. വായിക്കും, തുറന്ന് വായിക്കാം. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. തുറന്ന് വായിക്കും. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവത്തിന് ആരും സദുക്കാരുമായുള്ള സംസാരത്തിൽ മർക്കോസ് 11 ഈശോ പറഞ്ഞു, എന്താ പറഞ്ഞത്? ദൈവത്തിന് ആരും, നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. ദൈവത്തിന് ആരും മരിച്ചവരല്ല. ദൈവത്തിന് ആരും മരിച്ചിട്ടില്ല. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. ദൈവത്തിന് ആരും മരിച്ചവരല്ല. അപ്പൊ നമ്മുടെ 4 തലമുറയ്ക്ക് മുമ്പ് ഉണ്ടാകുന്ന വല്യപ്പൻ നമുക്ക് മരിച്ചവനാണ്. പക്ഷെ കർത്താവിൽ നിദ്ര പ്രാപിച്ചവനാണ്, മരിച്ചവനല്ല. ദൈവത്തിന്റെ മുമ്പിൽ അവരുണ്ട്. ആദം ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ട്. അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ട്. നമ്മുടെ പിതാവായ തോമാസ് ലീഗ ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ട്. നീതിമാന്മാരെല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ട്. ഉണ്ടോ? ഞാനും 3 നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവകരങ്ങളിലാണ്. എവിടെയാ പറഞ്ഞേ? ഞാൻ പറഞ്ഞുതരാം. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. നീതിമാന്മാരുടെ ആത്മാക്കൾ, എല്ലാവരും പറഞ്ഞേ, നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. അവർ മരിച്ചു എന്ന് മോശന്മാർ കരുതി. മോശം ദൈവത്തിന് അറിയാത്ത, ദൈവത്തിന്റെ പരിപാലനം അറിയാൻ പാടില്ലാത്ത അവർ ദൈവത്തിന്റെ കാര്യങ്ങളിലുണ്ട്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അങ്ങനെ വചനം പറയുന്നത്. തുടർന്ന് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നു. വചനത്തിന്റെ വ്യാഖ്യാനം വചനം കൊണ്ട് തന്നെ അറിയിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ, കർത്താവിന്റെ പ്രത്യാഗമനം വരെ, 2ാം വരവ് വരെ നമ്മളിൽ ജീവനോട് കൂടി ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനത്തെ ആസ്പദമാക്കി പഠിപ്പിച്ചതാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. അതെന്നതാണ്? അത് ഇച്ചിരി ബുദ്ധിമുട്ടെന്നുള്ളത് ആ വാക്യം മനസ്സിലാക്കി. ഒന്നോടെ വായിച്ച് ഫ്രാൻസിസ്. കർത്താവിന്റെ പ്രത്യാഗമനം വരെ, കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ. അതൊന്ന് മനസ്സിലാക്കിയോ? ഞാൻ മരിച്ചു, ലോകപ്രകാരം ഞാൻ മരിച്ചു, അല്ലെങ്കിൽ നിദ്ര പ്രാപിച്ചു. ഞാനൊരു നീതിമാനായിരുന്നു,
ഞാൻ എവിടെയുണ്ട്? കർത്താവിന്റെ കരങ്ങളിലുണ്ട്. അല്ലെങ്കിൽ ദൈവം എന്നെ ഒരു അവസ്ഥയിലാക്കിയിരിക്കുക, ഒരു സ്ഥലത്താക്കിയിരിക്കുകയാണ്. അങ്ങനെയുണ്ട്, ഒരു സ്ഥലത്താക്കിയിരിക്കുന്നു. നീ എന്നോടൊപ്പം പർദീസ. പർദീസ എന്താന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം കേട്ടോ. പർദീസയിലാണ് ഞാൻ. ഫ്രാൻസിസ് മരിച്ചിട്ടില്ല. ഫ്രാൻസിസ് ഞാൻ മരിച്ചു, അങ്ങേരും നീതിമാനും മരിച്ചിട്ടില്ല. ഈ സമയത്താണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഒരാൾ മരിച്ചു, ഒരാൾ മരിച്ചിട്ടില്ല. നമുക്ക് ആ ഭാഷ തന്നെ അങ്ങ് ഉപയോഗിക്കാം. ഒരാൾ മരിച്ചു, മറ്റേയാള് മരിച്ചിട്ടില്ല. അപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ മരിച്ചു ഞാനിവിടെ പോയി, നേരത്തെ പോയില്ലേ? നേരത്തെ പോയില്ല. ഞാൻ റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ വിശ്രമിക്കുകയാണ്. ഞാൻ വിശ്രമിക്കുകയാണ്. കർത്താവ് വരും. അടുത്ത വചനത്തിലുണ്ടത്, കാഹളശബ്ദം മുഴങ്ങുമ്പോൾ കല്ലറകളിലുള്ളവര്, റെസ്റ്റ് എടുക്കുന്നവര്, അവരെല്ലാവരും പുറത്തു വരും കർത്താവിനെ എതിരേൽക്കാൻ. അകത്ത് പുറത്തു വരും. അതിന്റെ പേരാണ് ഉയർപ്പ്. എന്തോ? പുനരുത്ഥാനമല്ല, ഉയർപ്പ്. അതെല്ലാവർക്കും ഉണ്ട്. പാപത്തിൽ മരിച്ചാലും ഉണ്ട്. എല്ലാവരും ഉയർപ്പിക്കപ്പെടും. ഇനിയാണ് കളി. കർത്താവ് മഹത്വത്തോടു കൂടിയാണ് വരുന്നത്. എങ്ങനെ വരുന്നത്? അതെങ്ങനെ? വാനവേഗത്തിൽ. അതാണോ മഹത്വം? താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ 10,000 ഭാഗവതം ബൾബ്, ഇപ്പോൾ മങ്ങിൽ കത്തുന്ന ബൾബൊന്നുമല്ല. ബൾബ് കൂടി ഇട്ടേക്കണം കേട്ടോ. 10,000 ഭാഗവതം ബൾബുകൾ ഒരുമിച്ച് കത്തിയാൽ എന്നത് ശക്തമായ പ്രകാശത്തിൽ അവൻ ജ്വലിക്കുന്നത്, അത് നോക്കാൻ പോലും പറ്റാതെ ജ്വലിക്കുന്ന ശക്തമായ പ്രകാശം പോലെ അവൻ രൂപാന്തരപ്പെട്ടു. കർത്താവിന്റെ മഹത്വം അവർ കണ്ടു. അപ്പോസ്തലന്മാർ ദർശിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ മഹത്വപൂർണനായ കർത്താവ്, അതായത് താൻ പീഡ സഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഈശോ അവിടെ കാണിച്ചു കൊടുത്തത്. മനസ്സിലായോ? താൻ പീഡ സഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റാൽ ഇത് എങ്ങനെ ഇരിക്കും? പത്രോസ് പറഞ്ഞു, അത് സംഭവിക്കരുത്. അല്ലടാ പോലെ ഇങ്ങനെ സംഭവിക്കണം, കാണിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അല്ല, അത് സംഭവിക്കണമെങ്കിൽ താഴേക്ക് ഇറങ്ങണം, പീഡ സഹിച്ച് മരിക്കണം. അപ്പോ കർത്താവ് മഹത്വപൂർണനായിട്ട് വരുന്നു. അപ്പൊ ആ ശരീരത്തിന് പ്രത്യേകത ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം. ഓട്ടെ. അപ്പൊ ഇങ്ങനെ കർത്താവ് മഹത്വപൂർണനായിട്ട് വന്നു. കർത്താവിന്റെ ആജ്ഞാശബ്ദം മുഴങ്ങി. കല്ലറയിലുള്ളവരൊക്കെ പുറത്തു വന്നു. വേറെ തെറ്റി പറഞ്ഞാൽ മരിച്ചവരെല്ലാം പുറത്തു വന്നു. നീതിമാന്മാരും അല്ലാത്തവരും ഒക്കെ പുറത്തു വന്നു. മാലാഖമാർക്ക് കൽപ്പന കിട്ടി. ഇടത്തും വലത്തുമായിട്ട് വേർതിരിച്ചു. വിശുദ്ധിയിൽ ജീവിച്ചവര്, നന്മ നടന്നവര്, കൃപയുള്ളവര്, കൃപയില്ലാത്തവര്, നല്ല മത്സ്യം, ചീത്ത മത്സ്യം, ചെമ്മരിയാട്, പോരാട്, ഒത്തിരി ഉദാഹരണങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. വിളക്കിൽ എണ്ണയുള്ളവര്, എണ്ണയില്ലാത്തവര്, കൃപയുള്ളവരും ഇല്ലാത്തവരും വേർതിരിഞ്ഞു. വേർതിരിഞ്ഞ ഒരു അനുഭവം ഇവിടെ ഉണ്ടായി. എല്ലാവരും ഉയർപ്പിക്കപ്പെട്ടു. അപ്പോഴ് മരിച്ചവരാണ് കേട്ടോ ഇങ്ങനെ ഉയർപ്പിക്കപ്പെട്ടേക്കുന്നത്. ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഞാനല്ലേ മരിച്ചോളൂ. ഞാൻ സിജോയൊക്കെ മരിച്ച കൂട്ടത്തിലാണ്. ഞാൻ പുണ്യാളനും അല്ല, സിജോ പുണ്യാളനും ഞാൻ മുതുഭാവിയായിട്ടാണ് മരിച്ചത്. സിജോയ്ക്ക് ഭക്ഷണം വേണ്ട, ഞാനിങ്ങനെ ഏറ്റുകൊണ്ടു. അങ്ങനെ ഞാനൊരു ഭാവിയായിരുന്നു, മരിച്ചു. സിജോ പുണ്യാളനായിരുന്നു, അങ്ങേരും മരിച്ചു. ഞങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ഫ്രാൻസിസ് മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ കർത്താവ് ഇങ്ങനെ മഹത്വപൂർണനായിട്ട് കർത്താവ് വന്നു. ഇനി കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതറിയോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:21 സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ള തന്റെ ദൈവശക്തി ഉപയോഗിച്ച് കണ്ണു വയ്ക്കുന്ന വേഗത്തിൽ ഒറ്റ ഞൊടികളുണ്ട് നമ്മുടെ ഈ ശരീരത്തെ, ഈ ചൊറി പിടിച്ചതും എയ്ഡ്സ് പിടിച്ചതും സ്കൂളിൽ പോയതും ചുക്കി ചുളിഞ്ഞതും വളഞ്ഞിരിക്കുന്നതും തിരിഞ്ഞിരിക്കുന്നതുമായ ഈ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:21, 1 കൊരിന്തോസ് 15:51-52 വചനം. ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം, നമ്മളെല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. പുസ്തകം പറയും, നമ്മളെല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. കുറെ പേരെ നിദ്ര പ്രാപിക്കുള്ളൂ. കർത്താവ് നമ്മളെ കണ്ണുവയ്ക്കുന്ന വേഗത്തിൽ ഇങ്ങോട്ട് ചെയ്തുകൊണ്ടാണ് രൂപാന്തരപ്പെടുത്തും.
Praise the Lord. Hallelujah. 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 ആര് ആര് അല്ല, മരിച്ചവരെ അല്ല, ഈ ഉയർപ്പ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാവരും ജീവനുള്ളവരായില്ലേ? മരിച്ചവരും മരിക്കാത്തവരും എല്ലാവരും ഇപ്പൊ ജീവനുള്ളവരായില്ലേ? ഇനിയാണ് കളി. ഇടത്തും വലത്തുമായിട്ട് വേർതിരിച്ചു. ആര്? ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇടത്തും വലത്തുമായിട്ട് വേർതിരിച്ചു. ഒരു രണ്ടുപേരും എഴുന്നേറ്റ് വന്ന് ഒരിങ്ങേറ്റ് വന്നു കൂട്ടാണ്. ഓനും വന്നു, ഒരാളും വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ തമാശകളിലേക്കല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാ. അതായത് ഒന്ന് പാപത്തിൽ മരിച്ചയാള്, മറ്റൊന്ന് പുണ്യത്തിൽ മരിച്ചയാള്, വേറൊരാൾ ജീവിച്ചിരിക്കുന്നയാള്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു. എല്ലാവരും ഉയർപ്പിക്കപ്പെട്ടു. ഇവർ രണ്ടുപേരും ഉയർപ്പിക്കപ്പെട്ടു. ഇയാൾക്ക് ഉയർപ്പിന്റെ ആവശ്യമില്ല, കാരണം പുള്ളി മരിച്ചിട്ടില്ല. അപ്പൊ മൂന്നുപേരും ഈക്വൽ ആയോ? ഒരേപോലെ ആയോ? ഇനി എന്താ ചെയ്യുന്നത് അറിയാം? ഒരാൾ കൂടി പോലെ നല്ല വേർതിരിക്കും വെളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഒന്ന് മതി, ഒരെണ്ണത്തിന് വേർതിരിച്ചു. ഇപ്പൊ ഈക്വൽ ആണ് കേട്ടോ, ഒരെണ്ണത്തിന് വേർതിരിച്ചു. അത് കൃപയുള്ളതാണ്. മനസ്സിലായോ? ഗോതമ്പും അതിനും വേർതിരിക്കും, ചീത്ത മത്സ്യവും നല്ല മത്സ്യവും വേർതിരിക്കും. ഒരെണ്ണം വേർതിരിച്ചു. ആ വേർതിരിച്ചത് കർത്താവിന്റെ കൂടെ ചേർന്ന് നിന്നതിനെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ബാക്കിയുള്ളതിനെ ഒരു സ്ഥലം ഒതുക്കിയിട്ടുണ്ട്, അതിനെ അങ്ങോട്ട് കിട്ടും. അവരെ കുറിച്ച് ഇപ്പൊ നമ്മൾ ചിന്തിക്കണ്ട. മക്കളവിടെ പോയിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? പ്രീതിയോ? അതാണ് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ ആയിരിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവര്, ഈ മരിച്ചുപോയവര് നേരത്തെ മരിച്ചു, പുണ്യത്തിൽ മരിച്ചില്ലേ? എല്ലാവരെയും കർത്താവ് ഒരുമിച്ചാണ് പിതാവിന് സമർപ്പിക്കുക. തന്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യമാണ് പുത്രന്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷ പൂർത്തിയാകുന്നത് രാജ്യം പിതാവിന് സമർപ്പിച്ചു കഴിയുമ്പോഴാണെന്ന് വചനം പഠിപ്പിക്കുന്നു. രാജ്യം തന്റെ പിതാവിന് സമർപ്പിക്കണം. ഏത് രാജ്യം? ഏത് രാജ്യം? ഇന്ത്യ രാജ്യമല്ല, ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനെ പങ്ക് സ്വീകരിച്ച്, കൃപ സ്വീകരിച്ച് യേശുവിനോട് പക്ഷം ചേർന്നവർ, വിശുദ്ധരുടെ കൂട്ടായ്മ. ആ രാജ്യത്തെ പിതാവിന് സമർപ്പിക്കണം. മറ്റതോ? വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, കുറെ ബാക്കി നിൽപ്പില്ലേ? അതിന് എന്ത് ചെയ്യും? അതിനി എന്ത് ചെയ്യും? ഇനി ശുദ്ധീകരണ സ്ഥലമില്ല. ഇനി ശുദ്ധീകരണ സ്ഥലമില്ല. ക്രിസ്തുവിന്റെ രണ്ടാം വരക്കോടുകൂടി ശുദ്ധീകരണ സ്ഥലമൊന്നുമില്ല. ശുദ്ധീകരണ സ്ഥലത്തൊക്കെ പൊങ്ങേണ്ടതൊക്കെ അന്നേരം പൊങ്ങിക്കോളും. പൊങ്ങാത്തത് പോയി. ഈ രൂപാന്തരപ്പെട്ടത് മറുരൂപം പ്രാപിച്ചത് അതിനെ എല്ലാം കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവരെല്ലാവരും ഒക്കെ പോയി. ഇവരെന്ത് ചെയ്യും? ഇവരിനി എന്ത് ചെയ്യും? അവർക്ക് പോകാൻ ഇടവില്ല. അവര് തെരഞ്ഞെടുത്തത് എന്തായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. അവർ തെരഞ്ഞെടുത്തത് മരണത്തെയാണ്, ഇവർ തെരഞ്ഞെടുത്തത് ജീവനെയാണ്. ഈശോ പറഞ്ഞു, ഞാൻ ജീവൻ തരാൻ വന്നതാ. സാത്താൻ വന്നത് മരണം തരാൻ വേണ്ടിയാണ്. മരണത്തെ സ്വീകരിച്ചവരും ജീവനെ സ്വീകരിച്ചവരുമാണ് ഈ രണ്ട് ക്രമം. ജീവനെ സ്വീകരിച്ചവര്, യേശുവിനെ സ്വീകരിച്ചവര്, രക്ഷ സ്വീകരിച്ചവര് ഒരു ഗണം. അവര് പോയി. മറ്റവരോ? മരണത്തെ സ്വീകരിച്ചവരാണ്. മരണത്തെ സ്വീകരിച്ചവർ, അവർ സ്വീകരിച്ച മരണത്തെ ദൈവത്തിന് അംഗീകരിക്കേണ്ടതായിട്ട് വരും. കാരണം ദൈവം ന്യായാധിപനാണ്, നീതിമാൻ. അവർ സ്വീകരിച്ച മരണത്തെ ദൈവം അംഗീകരിക്കുന്നു വേദനയോടെ. അങ്ങനെ അവർ നിത്യ മരണത്തിലേക്ക് പോകും. അവരെന്നേക്കുമായിട്ട് നിത്യമരണത്തിലേക്ക്. ഈ ഒരു വീണ്ടെടുപ്പില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പിശാചിനും
അവന്റെ ദൂതന്മാർ മനുഷ്യന് വേണ്ടിയാണോ? എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, ദൈവം മനുഷ്യന് വേണ്ടി നരകം ഒരുക്കിയിട്ടില്ല. നരകം ദൈവത്തിന്റെ സൃഷ്ടിയല്ല, പിശാചിന് വേണ്ടിയിട്ടുള്ളതാണ്. പിശാചിന്റെ കൂടെ നിന്നവർക്ക് പിശാചിന്റെ കൂടെ പോകാൻ പറ്റൂ. ദൈവത്തോട് ചേർന്നവരോ? 1 കൊരിന്തോസ് 6:17 1 കൊരിന്തോസ് 6:17 1 കൊരിന്തോസ് 6:17 കർത്താവുമായി സംയോജിച്ചവർ. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏക ആത്മാവായി കർത്താവുമായി സംയോജിച്ചവര് അവിടത്തോട് ഏക ആത്മാവായി തീർന്നു. കർത്താവുമായി സംയോജിച്ചവർ അവിടത്തോട് 1 കൊരിന്തോസ് 6:17 2 കൊരിന്തോസ് 3:17 2 കൊരിന്തോസ് 3:17 കർത്താവ് ആത്മാവാണ്. മതി കാര്യമാണ്. കർത്താവ് ആത്മാവായ ദൈവത്തോട് ആത്മാവുള്ള മനുഷ്യൻ ചേർന്നു. മനസ്സിലായോ? ആത്മാവായ ദൈവത്തോട് ആത്മാവുള്ള മനുഷ്യൻ അതാണ് പറഞ്ഞത്. കർത്താവുമായി സംയോജിച്ചവർ അവിടുത്തെ ഏക ആത്മാവായി തീർന്നു, വിശുദ്ധാത്മാക്കളായി മാറി. കർത്താവുമായി സംയോജിച്ചു, അപ്പൊ അവർ വിശുദ്ധാത്മാക്കളായി മാറി, ദൈവത്തോട് ഒന്നായി. അതുവരെയും അവർക്ക് വിശ്രമിക്കാൻ ഒരിടം വേണ്ടേ? വിശുദ്ധി ജീവിച്ച് മരിച്ചവർക്ക് ഒരിടം വേണ്ടേ? അതുകൊണ്ടാണ് വിശുദ്ധരായ പിതാക്കന്മാര് ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കുന്നത് സ്വർഗത്തിന് ഒരു തലം മാത്രമല്ല ഉള്ളത്, ഒന്നിലധികം തട്ടുകളുണ്ട്. തട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നവര് 1-ാം നില 2-ാം നില കൊണ്ട് അർത്ഥത്തിൽ അല്ല എടുക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് പറയും സ്വർഗത്തിന്റെ മുകളിൽ വരെ എത്തിയ ഒരാൾ എനിക്കറിയാം. അത് പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ നിറവിൽ ജീവിച്ച അപ്പോസ്തലന്റെ അനുഭവമാണോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപൂർവം ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയും പറയുന്നു, പൗലോസ് ഇത് പറഞ്ഞത് പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് എന്നും പറയുന്നു. അത് ദൈവശാസ്ത്രജ്ഞന്മാര് തീരുമാനിക്കട്ടെ. ഏതായാലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇനി അതിന്റെ മുകളിലൊരു അവസ്ഥയുണ്ടോ? ഉണ്ട്. അത് 7-ാമത്തെ ആണോ 8-ാമത്തെ ആണോ എന്ന് ഞാൻ എഴുതി നോക്കിയിട്ടില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല. ഏതായാലും ഏറ്റവും മുകളിൽ ഒരു മേഖലയുണ്ട്. അതാണ് നമ്മള് കുർബാനയുടെ ഇടയില്, സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ഇടയിൽ പറയുന്നത് ഉന്നതമല്ല, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത് ദൈവം വസിക്കുന്ന ഇടമാണ്. ഉന്നതങ്ങൾ അതിന്റെ താഴെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കിയാൽ മതി, ബാക്കി ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണാം. അത്യാവശ്യം ഒരു വിവരങ്ങളൊക്കെ തരാൻ പറ്റും. പിന്നെ ബാക്കി അവിടെ ചെന്നാൽ കാണാൻ താങ്കളുടെ അങ്ങോട്ട് പോക്കും. ഇത്രയും ലക്ഷ്യമില്ല. അപ്പൊ ഇതാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓരോ കാലഘട്ടത്തിലല്ലേ പരിശുദ്ധാത്മാക്കൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 6 വർഷം മുമ്പ് പഠിപ്പിച്ച കാര്യം ഇപ്പൊ പഠിപ്പിക്കേണ്ട കാര്യമില്ല. 1-ാം ക്ലാസ്സിൽ പഠിച്ച കൊച്ചിനോട് പറഞ്ഞ കാര്യങ്ങള് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയേണ്ട കാര്യമില്ല. പണ്ട് വിചാരിച്ചിരുന്ന സ്വർഗത്തില് കർത്താവിനൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നത്. ഇനിയുമുണ്ട്. യേശു ക്രിസ്തുവിന്റെ വരവിന് മുമ്പ്, ഈശോ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നീതിമാന്മാർ കിടന്നിരുന്ന സ്ഥലം വേറൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പേരറിയാമോ? അല്ല, റോഡിക്കറിയില്ലേ? അതാണ് അബ്രാഹത്തിന്റെ മടി. അബ്രഹാം പോലും കിടന്നിരുന്നത് എവിടെയാ? അബ്രഹാം പോലും കിടന്നിരുന്ന അബ്രാഹത്തിന്റെ മടിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ് ഇസ് എ കണ്ടീഷൻ. അതൊരവസ്ഥയാണ്. അവിടേക്ക് ഈശോ ഇറങ്ങി ചെന്നു.
ആദവും ഹവ്വായും ദാവീദും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും പ്രവാചകന്മാരും ഏലിയായും ഏലീഷായും എല്ലാം കടന്നിരുന്നിടത്തേക്ക് അവൻ ഇറങ്ങിച്ചു. അതിനെ പറഞ്ഞു വരുന്നത്. സംശയങ്ങൾ വരട്ടെ വരട്ടെ, നല്ല കാര്യമല്ലേ. അതാണ് നീതിമാന്മാർ കിടന്നിരുന്ന ഇടം. ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രനല്ലാതെ ഇന്ന് വരെ അവിടെ ആരും. അപ്പൊ ഏതാ നമ്മൾ വിശ്വസിക്കുന്നത്? ഈശോ പറഞ്ഞില്ലേ? ഇല്ലേ? ഈശോ നമ്മൾ പറഞ്ഞതാണോ? അപ്പോൾ അവർ കിടന്നിരുന്ന ഒരു ഇടമുണ്ട്, അവിടേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. കത്തോലിക്ക സഭയുടെ വേദപാഠം അതിൽ വിശ്വാസ പ്രമാണത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. എടുത്ത് വായിക്കണം. ഇവിടെ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്ത് വായിച്ചു. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട്, ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, മരിച്ചവരുടെ ദേശത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് പൊടിയിൽ ഉറങ്ങുന്ന ആദത്തെ വിളിച്ചു. പൊടിയിൽ ഉറങ്ങുന്ന ആദമേ, ഉണരുക, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട, നീ കാത്തുകാത്തിരുന്ന നിന്റെ രക്ഷകൻ നിന്റെ മകനായി ജനിച്ചു. നിന്റെ മകനായി ജനിച്ചു എന്ന് പറയാൻ മനുഷ്യനായി ജനിച്ചു. നിന്റെ പാപം ഏറ്റെടുത്ത് നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തു. ഉണരുക. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാവോ? ഈശോ തന്റെ രക്തം പൊടിയിൽ ഉറങ്ങുന്ന ആദത്തിന്റെ മേൽ തളിച്ചപ്പോൾ അവൻ ഉണർന്നു. അതെങ്ങനെയാ സംഭവിക്കുന്നത്? പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസവും പഠനവും അനുസരിച്ച്, അതായത് ഒരിജിനെ പോലെ, കർത്തുലിനെ പോലെ, അതുപോലെ പ്രാചീന കാലത്ത് അല്ലെങ്കിൽ ആദിമ കാലഘട്ടത്തിലെ വിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ച പഠനം അനുസരിച്ച് ഈശോയുടെ കുരിശു നാട്ടിയ ഇടം ഗാഗുൽത്താ മല. ആ ഗാഗുൽത്താ മലയോട് ചേർന്ന് ഈശോയുടെ കുരിശു നാട്ടിയോട് ചേർന്ന് ഈശോ കുരിശിൽ മരിച്ചപ്പോൾ പാറയാണ് പിളർന്നു. എന്നിട്ട് യേശുവിന്റെ ചോര ആ പാറയുടെ കുഴലിനോട് താഴേക്ക് ഒഴുകി ഇറങ്ങി. ഈ കുരിശു നാട്ടിയതിന്റെ പേര് താഴെ ഒരു ഗുഹയാണ്. ഒരു ഗുഹയാണ്. സഭാപിതാക്കന്മാരുടെ പഠനമനുസരിച്ച് ആ ഗുഹ ഒരു കല്ലറയാണ്, ആദത്തിന്റെ കല്ലറയാണ്. അപ്പൊ ആ രക്തം അങ്ങോട്ട് എന്നും അവിടെ പതിച്ചു. ആ പൊടിയിൽ ഉറങ്ങുന്ന, പൊടിയുടെ ഭാഗമായി, മണ്ണിന്റെ ഭാഗമായി തീർന്ന ആദം ഞെട്ടി ഉണർന്നു. അവൻ ഉറങ്ങുകയാണ്. അവൻ ഞെട്ടി ഉണർന്നു. അവൻ ഉണർന്നു. ആദം ഉണർന്നു നോക്കുമ്പോൾ ഇതാ രക്ഷകൻ മുന്നിൽ നിൽക്കുന്നു. എങ്ങനെയുള്ള ദൈവമായി നിൽക്കുന്നത്? മനുഷ്യനായി അവതരിച്ച ദൈവമല്ല. ഇപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ദൈവത്തെ അവന് കണ്ടാൽ അറിയാം. കാരണം പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ ദൈവത്തോട് കൂടെ വസിച്ചവന്. അവന് മനസ്സിലായി. ഹവ്വായി ഉണർന്നു. അവർക്ക് മനസ്സിലായി. ആദം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, സർവാധിപനാം കർത്താവേ, അതുകൊണ്ടാണ് ഉത്ഥാന ഗീതം എന്നതിന് പറയുന്നത്. മനസ്സിലായോ? കുർബാനയ്ക്ക് ഇടയ്ക്ക് പാടുന്ന ഈ പാട്ടിന് ഉത്ഥാന ഗീതം എന്നാ പറയുന്നത്. ഉത്ഥാന ഗീതം. ആദം പാടി, ഹവ്വ ഏറ്റുപാടി. എന്താ ഏറ്റുപാടിയത്? മർത്യനോ പാടിക്കേ. മനസ്സിലാക്കിയിട്ടാണോ കുർബാനയ്ക്ക് ഈ പാട്ട് പാടിയിരുന്നത്? ആത്മാർത്ഥമായിട്ട് പറ. അത് സിജോയ്ക്കല്ലേ? ഇവര് കേട്ടിട്ടില്ലല്ലോ. നീ മാത്രം കേട്ടാ പോരല്ലോ, ഇവര് കേൾക്കണ്ടേ, ഇവര് പഠിക്കണ്ടേ? അപ്പോ ആദം ഉണർന്ന്, ആദം അറിയാം ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞ ആദത്തിൽ സംഭവിച്ചത് പിന്നെയുള്ള മനുഷ്യരിൽ സംഭവിക്കേണ്ട കാര്യമല്ലേ? അല്ലേ? ആദം ഉണർന്നു. എന്നിട്ട് മകന് പറയുകയാണ്, നമ്മൾ കാണുകയാണ്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ, മറ്റു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ മരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ ആ ചില സമയത്ത് ചില സംഭവങ്ങൾ നടക്കുകയാണ്. പാറകൾ പിളർന്നു. മരിച്ച പല
പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. മരിച്ച പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. പല ശരീരങ്ങളും സംശയമൊക്കെ വായിച്ചു നോക്ക്. മത്തായിയാണത് എഴുതി വെച്ചിരിക്കണം, മറ്റു സുവിശേഷകൻ എഴുതിയിട്ടില്ല. പല വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ പുറത്തു കണ്ടോ. ഉയർപ്പിക്കപ്പെട്ട അവർ പുറത്തു വന്നില്ല. മനസ്സിലായോ? എല്ലാവർക്കും ചോദ്യത്തിന്റെ ആൻസർ വരുന്നു. അപ്പൊ അവരെവിടെയായിരുന്നു? പിന്നെ പാതാളം എന്നുള്ള വാക്കല്ല. പാതാളം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന വാക്ക് അത് ഹെൽ എന്നുള്ളൊരു പദമാണ്. ഹീബ്രു വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ഹെൽ അല്ലത്. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മനുഷ്യനായിരിക്കുന്ന ഒരിടമാണ്. അത് ഗ്രീക്കിലേക്ക് വരുമ്പോൾ പറുദീസയാണ്. ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുന്ന ഇടമാണ്. പറുദീസയിലായിരുന്നവരെ എല്ലാം ഇനി എന്ത് ചെയ്യുന്നോ? എഫേസോസ് ലേഖനം 4:8 അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ വായിച്ചു നോക്ക്. അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസഖ്യം കടവുകാരെ കൂടെ കൊണ്ടുപോയി. അതാരായിരുന്നു? എങ്ങനെ ബന്ധിതരായി കിടന്നവരാണ്? പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്നവരല്ല, മരണനിദ്ര പ്രാപിച്ചു. അവരുടെ രക്ഷകരെ, അവരുടെ വിമോചകരെ അവർ പ്രതീക്ഷിച്ച് കാത്ത് കിടന്നവർ. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9:9 മുതലുള്ള വാക്യങ്ങൾ. സഖറിയ 9:9 മുതലുള്ള വാക്യങ്ങൾ. ഞാനിത് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം മദ്രാസില് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു. കുറെ അച്ഛന്മാരുണ്ടായിരുന്നു കേൾക്കാൻ. ഇത് നമ്മൾ ഇപ്പൊ ഈ വായിക്കുന്ന വചനം ഓശാന ഞായറാഴ്ച വായിക്കുന്ന വചനഭാഗമാണ്. വായിച്ചു. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പൊഴിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാനന്ദനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ലെ ഞാൻ ഒടിക്കും. നമുക്ക് അവിടെ ഒരു 2 വാക്യം ഇപ്പൊ ആവശ്യമില്ല. ആ രാജാവ് വിജയശ്രീലാളിതനായിട്ടാണ് വരുന്നത്. ആ രാജാവ് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. ഒരിക്കൽ കഴുതപ്പുറത്ത് കയറി വന്ന രാജാവാണ് അവൻ, അല്ലേ? അന്ന് വിനയാന്യതനായി വന്നെങ്കിൽ ഇവിടെ വിജയശ്രീലാളിതനായിട്ടാണ് വരുന്നത്. വ്യത്യാസമുണ്ട്. അന്ന് കഴുതപ്പുറത്ത് വന്നവൻ ഇന്ന് കഴുതപ്പുറത്ത് അല്ല വരുന്നത്, വിജയശ്രീ ലാളിതനായിട്ടാണ് വരുന്നത്. മലയാള ഭാഷയുടെ ചില കുനിഷ്ഠ പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ വിജയിച്ചവനാണ് വരുന്നത്, വിജയം വരിച്ചവനായിട്ടാണ് വരുന്നത്. അതാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എംപറർ എമ്മാനുവൽ. അതൊരു ധ്യാന കേന്ദ്രത്തിന്റെ പേരായിട്ട് ചില ആളുകൾ എടുത്തുകൊണ്ട് പോയി. അത് പിശാചിന്റെ മറ്റൊരു തന്ത്രം. അതായത് രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ. എംപറർ എമ്മാനുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ. അവൻ ഇനി 11ാമത്തെ വാക്യത്തിലേക്ക്, അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെ ആയിരിക്കും. അതെന്ന് പറയാ, നീ ആദത്തോട് സംസാരിക്കുന്നതായിട്ട് എടുത്തോ. വായിച്ചു. പ്രവചനമാണ് കേട്ടോ. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം. ഏതുടമ്പടിയുടെ രക്തം? ഇത് സഖറിയ പറയുമ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തത്തിലുള്ള ഉടമ്പടിയുടെ പ്രത്യേകത എന്താ? അനേകരുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എന്റെ രക്തം. പാപമോചനത്തിനായി ചിന്തപ്പെട്ട രക്തം. ആദത്തോട് പറയാണ്, നിനക്ക് വേണ്ടി നിന്റെ രക്ഷകൻ, നിന്റെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു, നിന്റെ സന്തതിയായിട്ട് ജനിച്ചു. നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം, പുതിയ ഉടമ്പടി രക്തം, യേശുവിന്റെ രക്തം. ആ രക്തത്തിന്റെ പ്രത്യേകതയാൽ യോഗ്യതയാൽ എന്താ പറയുന്നത്?
നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ, പ്രവാസി എന്ന് പറഞ്ഞാൽ എന്താ? ഗൾഫിൽ കിടക്കുന്നവർ, അന്യദേശത്ത് വസിക്കുന്നവർ, സ്വദേശത്തല്ല. എവിടെയായിരുന്നു വസിക്കേണ്ടിയിരുന്നത്? ദൈവം അവർക്ക് കൊടുത്ത ദേശം ഏതാ? പ്രിയപ്പെട്ടവരെ, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ആക്കിയത് എവിടെയായിരുന്നു? അവിടെ നിന്ന് അകറ്റപ്പെട്ട് കിടക്കുന്നവർ, പ്രവാസത്തിന്റെ ലോകത്ത് കിടക്കുന്നവർ. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്നും സ്വതന്ത്രരാക്കും. ജലരഹിതമായ കുഴി, ജലരഹിത മരണമല്ല. എത്രയോ കൊല്ലങ്ങളായി, നൂറ്റാണ്ടുകളായി ആദം ഇങ്ങനെ കിടക്കുക കൊടിയില്. ദൈവത്തിന്റെ ഒരു ഉത്തരവും കിട്ടുന്നില്ല. പണ്ടിങ്ങനെ ഒരു അപ്പം പറഞ്ഞായിരുന്നു ഇറക്കി വിടാൻ നേരത്ത് നിങ്ങൾക്കൊരു വിവരവുമില്ല, യാതൊരു വിവരവുമില്ല. നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ കിടക്കുക കൊടിയിലെ, ഒരു ഉത്തരവില്ല. പക്ഷേ അടുത്ത വാക്യത്തിലുണ്ട്, പ്രത്യാശയുടെ തടവുകാരെ. പ്രത്യാശ, എന്തെങ്കിലും അപ്പം വരും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. എത്ര മനോഹരമാണെന്നറിയാം ഇതൊക്കെ. എന്തെങ്കിലും എനിക്ക് അപ്പം വരും. അതുകൊണ്ട് അവരവിടെ ഈ പൊടിയിൽ കിടന്നുകൊണ്ട് നിശബ്ദമായിട്ട് നിലവിളിക്കുക. നിശബ്ദമായ നിലവിളി. ആ നിലവിളിയാണ് കർത്താവേ രക്ഷിക്കണേ. അതാണ് ഈ ഹോസാനയുടെ എന്ന് വായിക്കുന്നത്. മനസ്സിലായോ? ഈ കഴുതപ്പുറത്ത് കയറി വരുന്ന പാർട്ടി കണ്ടപ്പോ അവരിത് പറഞ്ഞു. പക്ഷെ കഴുതപ്പുറത്ത് വരുന്നവരല്ല, വിജയസഭയിലായി വരുന്നവരാണ് യഥാർത്ഥ രക്ഷകൻ. അത് സംഭവിക്കണമെങ്കിൽ അവൻ ഈ ഉടമ്പടിയുടെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറയണം, മനസ്സിലാവുന്നുണ്ടോ? ഇത് ശകലം കട്ടിയാ, പക്ഷെ ഇത് മനസ്സിലാക്കാതെ പറ്റിയല്ലോ. ഇതല്ലേ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കണമെന്ന് മനസ്സിലാവണം. ഇത് നമ്മളൊരു കോർണറിൽ എത്തിയിട്ടുണ്ട്. 10 പേജുണ്ട്. അതിൽ ഒരു പേജിന്റെ പകുതി പോലും ആയിട്ടില്ല. 10 പേജാണ് ഈ. അപ്പൊ അത് നിങ്ങൾക്ക് ചിന്തിക്കാം എത്ര മണിക്കൂർ വേണ്ടി വരും. നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാം. അത് പ്രത്യാശയുടെ തടവുകാരെ വായിക്കും. എന്റെ കൂടെ വായിക്കാൻ, ജീവനോടെ വായിക്കാൻ ആരെങ്കിലും കൂടെ? പ്രത്യാശയുടെ തടവുകാരെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി പോകുവേ, നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു നിമിഷം ശ്രദ്ധിച്ചേ. പ്രത്യാശയുടെ തടവുകാരെ. നിരാശരല്ലവര്. നിരാശയുടെ തടവുകാരാകുന്നവർ എവിടെ എത്തുന്നത്? നിരാശയുടെ ലോകം അതെവിടാ? നരകം. മനസ്സിലായോ? ഇത് പ്രത്യാശയുടെ തടവുകാരാണ്. അപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നവര്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലം വരെ അബ്രഹാം കടന്നിരുന്ന ഇടം, പൂർവ്വപിതാക്കന്മാർ കടന്നിരുന്ന ഇടം, പൊടിയിൽ ഉറങ്ങുന്നു. അവര് നിദ്ര പ്രാപിച്ച് ഉറങ്ങുകയാണ്. അവരാണ് പ്രത്യാശയുടെ തടവുകാര്. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാ ദുർഗത്തിലേക്ക്. ദുർഗം എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട. മനസ്സിലായോ? നിങ്ങളെ രക്ഷിച്ച് ദൈവം പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കോട്ട, രക്ഷ പ്രാപിച്ചവർ വസിക്കേണ്ട ഇടം. ഇത് ബൈബിളിൽ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? മറ്റേതെങ്കിലും പ്രവചനത്തിൽ കാണാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പ്രവചനത്തിൽ നിന്ന് പറയാമോ? ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റൂലോ. ഇതാണ് കർത്താവ് എസെക്കിയേലിലൂടെ പറഞ്ഞത്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് നിങ്ങളെ വീണ്ടും താമസിപ്പിക്കും. നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റും എന്നൊക്കെ പറഞ്ഞു വെച്ചതിൽ മറന്നു കിടക്കുന്ന ഒരു പൂർണ്ണമായിട്ടും വെളിപ്പെടാത്ത ഒരു അനുഭവം. ഇവിടെ നിർമ്മല ജലം തളിക്കുന്നത് എന്തിനെ കുറിച്ചാ? പരിശുദ്ധാത്മാവിനെ കുറിച്ചാ, അല്ലെ? അപ്പൊ ഈ ജലരഹിതമായ കുഴി എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന്റെ ഒരു സാന്നിധ്യവും ഒരു അടയാളവും അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യാശ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഒരു ഉത്തരവില്ല. വിളിച്ചാല്, നിശബ്ദമായ കരഞ്ഞാല് ഒരു ആൻസറും കിട്ടുന്നില്ല. അങ്ങനെ നിരാശയോടെ കാലം, നിരാശയല്ല പ്രത്യാശയുണ്ട്, പ്രത്യാശയല്ല ഉണ്ട് അവർക്ക്. അങ്ങനെ നൂറ്റാണ്ടുകൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ്
ഇത് സംഭവിക്കുന്ന ഒരു ദിവസം മുകളിൽ പാറ പിളർക്കുന്നു, കല്ലറ പിളരുന്നു. ഈ ആദത്തിന്റെ കല്ലറ പിളർന്നു എന്ന് പറഞ്ഞാൽ അതൊരു സിംബോളിക് ആക്ഷനാണ്. കല്ലറയിലുള്ളവരെല്ലാം അതിന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. പൗലോസ് പറഞ്ഞില്ലേ, ഇതിവിടെ ആദത്തിന് സംഭവിച്ചത് മനുഷ്യവർഗത്തിന്റെ മേൽ മുഴുവനും സംഭവിക്കാൻ പോകുന്നതിന്റെ നിഴൽ രൂപമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ പതിപ്പാണ്. അപ്പൊ അവർ കുടിയിൽ ഉറങ്ങുന്നവര് ഉണർന്നു. നമുക്ക് ആ വചനം ഒന്നും കൂടി വായിക്കാം, 11 മുതല്. ഓക്കെ, ഒന്നുകൂടെ വായിച്ച് അത് മനസ്സിൽ പതിയട്ടെ. നീയുമായുള്ള ഉറക്കെ വായിക്കില്ല, അങ്ങനെ വായിക്കട്ടെ. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം അടുത്ത വചനം, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോ, നിങ്ങൾക്ക് ഇരട്ടി കിട്ടും. നിങ്ങൾ കണ്ടു പോകുന്നപ്പോ എന്താ പറഞ്ഞേ? ഇറക്കി വിട്ടപ്പോ എന്താ പറഞ്ഞത്? അല്ലെ ഇറങ്ങി പോകുന്നപ്പോ എന്താ പറഞ്ഞേ? മൈ ഗോഡ്. അന്ന് ഇറങ്ങി പോകുന്നപ്പോ എന്താ പറഞ്ഞേ? സിജോ, രക്ഷകനെ നൽകും. ഇവര് ഇറങ്ങി പോരുമ്പോ സങ്കടത്തോടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്തായിരുന്നു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ ഞങ്ങളെ. മനസ്സിലായോ? കാരണം വാതിലടയ്ക്കപ്പെട്ടു, അവരുടെ പുറകിൽ വാതിലടയ്ക്കപ്പെട്ടു. എന്നാൽ അവൻ തന്റെ കുരിശു മരണം വഴിയായി ഫെബ്രുവരി 10:20 വായിക്കും. 10:20 ഫെബ്രുവരി 10 അവൻ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു. മനസ്സിലായോ? ആ വായിക്കും. ദൈവഭവനത്തിന്റെ നോട്ടക്കാരനായി മേൽനോട്ടക്കാരനായി എന്നല്ല, മേൽനോട്ടക്കാരനായി. ആ വായിക്കുമ്പോ തെറ്റിപ്പോകുന്നതിനേക്കാളും കഷ്ടമാണ് ചില നിർത്തുകൾ അസ്ഥാനത്ത് വന്നാല്. ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. ആ അതാരാ? ഈ പാത നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പാത അടഞ്ഞു കിടന്നത്, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന പാത, മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട പാത, കെരൂബുകൾ കാവൽ നിൽക്കുന്ന പാത, അങ്ങോട്ട് പ്രവേശനമില്ല. ആ പാത അവൻ തന്റെ ശരീരമാകുന്ന വിരി കീറിക്കൊണ്ട് യേശുവിന്റെ കുരിശ് മരണം. മനസ്സിലായോ? യേശുവിന്റെ കുരിശ് മരണത്തിലൂടെ ഈ പാത അവൻ തുറന്നു എന്ന് വെച്ചാല് യെരൂശലേം ദേവാലയത്തിന്റെ മുമ്പിൽ കിടന്നിരുന്ന 40 മീറ്റർ വീതിയും നീളവും 30 മീറ്റർ വീതിയും ഉള്ള തിരശ്ശീല, 3 ഇഞ്ച് കനമുള്ള ചണനൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ 70 തരം വിശിഷ്ടമായ നൂലുകൾ കൊണ്ട് ചണനൂല് ചേർത്ത് നെയ്തുണ്ടാക്കിയ യെരൂശലേം ദേവാലയത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ചിരുന്ന 300 ആളുകൾക്ക് ചേർന്ന് മാറ്റാൻ പറ്റുള്ളൂ. അത്രയും വെയിറ്റ് ഉള്ളതിന് 300 ആളുകൾക്ക് ചേർന്നാലേ അത് അവിടെ നിന്ന് നീക്കാൻ പറ്റുള്ളൂ. അത്രയും വലിയ തിരശ്ശീല മുകൾ മുതൽ വരെ 2ആയി കീറിപ്പോയി യേശു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. ആണ്ടിലൊരിക്കലും മഹാപുരോഹിതന് പോകാൻ, അത് അങ്ങനെ കാലിട്ട് കയറ് കിട്ടും. അങ്ങനെ അവിടെ വെച്ച് വല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചാലോ മരിച്ചെടുക്കാൻ. യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തോടെ ആ വിധി പോയി. നിങ്ങളെന്താ ചിന്തിച്ചേ? അതൊരു കത്രയല്ല, തന്റെ ശരീരമാകുന്ന വിധിയാണ് അവൻ കീറിയത്. അപ്പൊ ഒരു പ്രതീകാത്മകമായ സംഭവം നടന്നു. എന്താ? ശരീരമാകുന്ന വിധി ഈശോയുടെ കുരിശുമാർഗം നടന്നപ്പോൾ ഈ കത്രൽ കീറിപ്പോയി. മനസ്സിലായോ? അപ്പൊ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പാത ഇവിടെ അവൻ തന്റെ ശരീരമായ വിധി കീറിയപ്പോൾ എവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടത്? അവിടെ തുറക്കപ്പെട്ടു.
മനസ്സിലായോ? ഇത് മനസ്സിലാക്കി നിർത്തിയാൽ ഇല്ല, നീ ഇതിലെയാണ് നിനക്ക് പോകേണ്ടത്. വഴിയെങ്കിലും മനസ്സിലാക്കി വെച്ചു, പോയി ആരും പോയില്ലും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ അധികം പേര് വരില്ല. കാരണം ഇത് ആത്മരക്ഷയുടെ നിത്യരക്ഷയുടെ വിഷയമാണ്. വേറെ വല്ല സൗകര്യം, വേറെ വല്ല നേട്ടങ്ങളൊക്കെ കിട്ടുന്ന ജ്ഞാന കൺവെൻഷനാണ് മനുഷ്യന് കൊടുക്കും. അവിടെ ചെന്ന ഒത്തിരി രോഗശാന്തി അത്ഭുതങ്ങൾ മനുഷ്യൻ ഓടുമോ? ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളാണ്. അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാക്കാനുള്ള വരം വേണം. അതിനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് വരമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. വരം. അപ്പൊ ആ പാത തുറന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചേ, ആ പാത തുറന്നു, അവൻ തന്റെ വിധി ശരീരമാകുന്ന വിധി കീറി. അതിന് മുമ്പേ തന്നെ വിധി കീറിയിരുന്നു. കയ്യാപ്പാസ് കീറിയിരുന്നു, ഇല്ലേ? കയ്യാപ്പാസ് വസ്ത്രം കീറിയില്ലേ? എന്താ? പൗരോഹിത്യം അവസാനിച്ചു. ഈ ഒരു പൗരോഹിത്യത്തിന് പ്രസക്തിയില്ല. കാരണം ഒരു പുതിയ പുരോഹിതൻ, ഒരു പുതിയ ബലിയർപ്പണം എന്നേക്കുമായിട്ട് നടത്തി. ഇനി ഒരു പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇനി ഒരു ബലിയർപ്പണവും അവൻ എന്നേക്കുമായിട്ട് ബലിയർപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ കൂടെ പറയുന്നത്, നമ്മൾ ബലിയർപ്പിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ബലിയർപ്പിക്കുന്നവനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. മാതാവ് ചെയ്തതാണ്, അപ്പോസ്തലന്മാര് ചെയ്ത്. അതായത് യോഹന്നാനും വിശുദ്ധ സ്ത്രീകളൊക്കെ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലുണ്ട്. ബലിയർപ്പിക്കുന്നത് ഈശോയാണ്. നമ്മൾ ആ ബലിയോട് ചേർന്ന്, ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് ബലിയർപ്പിക്കുന്നത് ഈശോയാണ്. പ്രാർത്ഥിക്കുന്നത് ആരെ? ഈശോയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങൾ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളും മാതാവിന്റെ പ്രാർത്ഥനയും കുരിശിന്റെ വിട്ട് നിൽക്കുന്ന യോഹന്നാന്റെ പ്രാർത്ഥനയും ഇവർ പിന്നീട് അർപ്പിക്കുന്ന ബലിയും അവരുടെ ജീവിതം ബലിയായിട്ട് അവർ കൊടുത്തില്ലേ? അതെല്ലാം യേശുവിന്റെ ബലിയോട് ചേർക്കപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിതാവ് സ്വീകരിക്കുന്നത് പുത്രൻ വഴി സമർപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിൽ ചെല്ലുന്ന ലത്തീൻ കുർബാന പറയുന്നത് യേശുക്രിസ്തു വഴിയായി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടത് വേണമേ. യേശുക്രിസ്തു വഴിയല്ലാതെ പിതാവ് ഒന്നും സ്വീകരിക്കും. മാതാവ് എന്നവരും പ്രാർത്ഥിച്ചാൽ കേൾക്കില്ലേ? സംശയമായി. ഇതേ സംശയം ചോദിക്കാത്ത അന്തോനീസ് കൊണ്ടാണ് പ്രാർത്ഥിച്ചാൽ കേൾക്കില്ലേ? ആ പ്രാർത്ഥനകളെല്ലാം യേശുവിലേക്ക് വന്ന് യേശുവിന്റെ സഹന ബലിയുടെ യോഗ്യതയും കൂടി ചേർത്ത് ഈശോ പിതാവിന് കൊടുക്കും. മനസ്സിലായോ? കാരണം ഇതിന്റെ എല്ലാത്തിന്റെയും പരിഹാരം ഈശോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈശോയുടെ സഹന ബലിയുടെ യോഗ്യതയാൽ കുമ്പസാരക്കൂട്ടിൽ പണ്ട് പറഞ്ഞിരുന്നത് എത്ര മനോഹരമായിരുന്നു. അതൊക്കെ മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അച്ഛന്മാരോട്, എനിക്ക് അറിവുള്ള അച്ഛന്മാരോട് ചോദിക്കാൻ അവര് ആരും ഉത്തരം പറയാറില്ല. കാരണം ഇങ്ങനെ നമുക്കിപ്പോ എപ്പോഴും ഈ പരിഷ്കാരം കൂടി വല്ലാത്തൊരവസ്ഥയില് കർത്താവായ യേശു ക്രിസ്തു എനിക്കെന്നിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കും. യേശു ക്രിസ്തുവിന്റെ കുരിശിലെ രക്ഷാകരമായ ബലികൾ നിയോഗിക്കാൻ മാതാവിന്റെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ കാണിച്ച് നിന്നെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതാണ് കറക്റ്റ് പറയാറ്. കുളിപ്പിച്ച് കൊച്ചില്ലാതെ അത് പണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. യേശുക്രിസ്തുവിന്റെ ബലിയുടെ യോഗ്യതയാലാണ് ഈ പാത തുറന്നത്. യേശുക്രിസ്തുവിന്റെ ബലിയിലേക്കാണ് മാതാവിന്റെയും വിശുദ്ധരുടെയും സഹന ബലികളെല്ലാം ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. സകല വിശുദ്ധ രക്തസാക്ഷികളുടെയും ബലി യേശുവിന്റെ ബലിയോട് ചേർക്കപ്പെടുന്നു. സകല പ്രാർത്ഥനകളും അവരുടെ എല്ലാ പ്രാർത്ഥനകളും യേശുവിന്റെ പ്രാർത്ഥനയോട്, യേശുവിന്റെ സഹന ബലിയോട് ചേർത്ത് പിതാവ് സ്വീകരിക്കില്ല.
എന്നിലൂടെ അല്ലാതെ ആർക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ് ഞാൻ. അതിന് മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ഈ കട്ടല് തുളയ്ക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ കറക്കി തമിര് ഉണ്ട്. അങ്ങനെ വേണം, അല്ലാതെ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞതാണ് പാത തുറന്നു തന്നു. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പാത വിരി കയറി, പാത തുറന്നു തന്നു. തന്റെ ശരീരമാകുന്ന വിരി, യേശുവിന്റെ കുരിശ് മരണം. അപ്പൊ ഈ പാതയിലൂടെ ഒരാൾ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ പാതയിലൂടെ നമ്മൾ ഒരാളിൽ നിന്ന് പ്രവേശിക്കും. ഇവിടെ ഇങ്ങനെ പാത തുറന്നു കിടക്കുകയാണ്. യേശുവിന്റെ കുരിശിന്റെ മരണം രക്തത്താൽ കഴുകപ്പെടും. ആ വ്യക്തികളുടെ മേൽ യേശുവിന്റെ രക്തം ഉണ്ടാവും. ആ രക്തം എന്തിനുള്ളതാണ്? ആ രക്തം എന്തിനുള്ളതാണ്? പാപപരിഹാരത്തിനായി ചിന്തപ്പെട്ട രക്തം. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം മടങ്ങി പ്രകാശത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി. അക്രിയ പ്രവചനം പൂർത്തിയാകുന്നത് യേശുവിന്റെ കുരിശിലെ പെരിയില. യേശയ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ടത്. അപ്പൊ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതല്ലേ, ഈശോ പ്രവാചകന്മാര് ഒക്കെ പറഞ്ഞ കാര്യങ്ങള് വിശദീകരിച്ചു കൊടുത്തപ്പോഴാണ് അവരുടെ ചങ്ക് തട്ടാൻ തുടങ്ങിയത്. എമ്മാമൂസിലേക്ക് പോയ കോന്തന്മാരുടെ ഉള്ളില് തീ തട്ടാൻ തുടങ്ങി. അപ്പൊ അവർ ചിന്തിച്ചു, ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് പോകേണ്ടവരല്ലല്ലോ, തിരിച്ചു പോകാം. അവര് പഴയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. ആ കോന്തന്മാരായിട്ട് അല്ലാന്ന് തിരിച്ചു വരുന്നത് ക്രിസ്തുവിന് വേണ്ടി നിലപാടുകളുള്ളവരായിട്ടാണ് വരുന്നത്. എങ്ങോട്ടാ തിരിച്ചു വരുന്നത്? ജെറൂസലേമിലേക്ക്. എന്തിനാ ജെറൂസലേമിലേക്ക് വരുന്നത്? ജെറൂസലേമിന് പുറത്ത് വെച്ച് പ്രവാചകന്മാർക്ക് അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് മരണമില്ല. ജെറൂസലേമിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാണ്. ഈശോ ജെറൂസലേമിലേക്ക് പോകാൻ പറഞ്ഞപ്പോഴാ പത്രം അയ്യോ മരിക്കാൻ അവർ തയ്യാറ്. മരിച്ചു, ക്രിസ്തുവിന് വേണ്ടി മരിച്ചു. ആ നിലപാടില്ലാതെ പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോന്തങ്ങളുടെ വാക്ക് ഉപയോഗിച്ചത്. അത് നിലപാടുമില്ല. തിരിച്ചു വന്നത് കോന്തന്മാരല്ലാന്ന് ഞാൻ പറഞ്ഞു. നമ്മളിന്ന് ഒരു സൈസ് കോന്തന്മാരായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഈ വിരിയിലൂടെ കയറാനായിട്ട്, ഇതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് ഇത് പാത തുറന്നിട്ട്, ഇത് അടഞ്ഞു കിടന്ന പാതയാണ് തുറന്നു കിടന്ന പാതയായിട്ട് മാറി അവന്റെ കുരിശുമാത. ഈ പാത ഉത്ഥാനത്തോടെ അല്ല, പുനരുത്ഥാനത്തോടെ, ഉയർപ്പോടെ അല്ല, ഉത്ഥാനത്തോടെ എന്നേക്കുമായിട്ട് പുറമെ നിന്ന് ഇനി ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ അടയ്ക്കും. അപ്പോഴാണ് ചിലർക്ക് വന്ന് ചുമ്പൊട്ടിയിട്ട് പറയുന്നത്, ഞങ്ങൾക്കും കൂടി തുറന്നു തരണേ, ഞങ്ങൾക്കും കൂടി തുറന്നു തരണേ. കിട്ടുന്നുണ്ടോ? ഇവിടെ കുറച്ചു പേര് ശേഷിച്ചില്ലായിരുന്നോ? അവര് വന്ന് പോയി. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. സമയം എന്തോരമായി? ആയോ സമയം? സിജോ 4 1-ാം അധ്യായം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ദൈവം അനുവദിച്ചാൽ, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കർത്താവ് വായിക്കും. ഇതിന്റെ ബാക്കി പറഞ്ഞേക്കാം. നമ്മള് മരണം നമ്മൾ അയക്കുന്ന നമ്മളങ്ങോട്ടൊന്നും എത്തിയിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മരണം നേട്ടമാണെന്ന് പൗലോസ് പറയും. എന്തുകൊണ്ടാണ് മരണം നേട്ടമാണ്? 2-3 മിനിറ്റ് കൊണ്ടൊന്ന് പെട്ടെന്ന് സംഭവിച്ച് പെട്ടെന്ന് പറഞ്ഞേക്കാം. മരണത്തോടെ ശരീരത്തിനുള്ളിലായിരുന്ന എന്റെ ആത്മാവ് സ്വതന്ത്രമാകും. മരണത്തോടെ ശരീരത്തിനുള്ളിലായിരുന്നപ്പോൾ ഒരുപാട് പരിമിതികളിലായിരുന്നു. എനിക്ക് അമേരിക്കയിൽ പോയി പാസ്പോർട്ട് വേണം, വിസ വേണമായിരുന്നു. ചിലപ്പോ എന്നെ ട്രംപ് അടിച്ചു പുറത്ത് അടിച്ചു കൊടുത്താൽ. മരണത്തോടെ എന്റെ ആത്മാവ് സ്വതന്ത്രമാകും. ദൈവവുമായി ഐക്യത്തിലാകുന്നതുകൊണ്ട്, ദൈവം സർവ്വവ്യാപിയാണ് എന്നതുകൊണ്ട് തന്നെ ദൈവം അനുവദിക്കുന്നിടത്തെല്ലാം എനിക്കും ആയിരിക്കാൻ സാധിക്കും. മരണം നേട്ടമാണ്. മരണത്തോടുകൂടി ശരീരത്തിലായിരുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ, ശരീരത്തിൽ നിന്ന്
എന്റെ ആത്മാവിനോടൊപ്പം എന്റെ മനസ്സ് ചേർന്ന്. ശരീരം മാത്രമല്ല, ശരീരവും ആത്മാവും മനസ്സും കൂടി ചേർന്ന എന്റെ വ്യക്തിത്വം ഇതാണ്. ശരീരം ഉപേക്ഷിച്ച് മനസ്സും ആത്മാവും കൂടി ഒന്നായി എന്റെ വ്യക്തിത്വം അതുപോലെ നിലനിൽക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ശരീരം ഒന്നിനും പോകരുത്. ശരീരം ഒന്നിനും ഇനി ഉയർപ്പിക്കപ്പെടുന്നത് ഈ ശരീരമല്ല. അതാണ് പറഞ്ഞത്, ഭൗമിക ശരീരങ്ങളുണ്ട്, ആത്മീയ ശരീരം. ആത്മീയ ശരീരത്തിന്റെ തേജസ് മറ്റൊന്നാണ്. അക്ഷയം, ലഘുത്വം, സൂക്ഷ്മം, ദീപ്തം, 4 പ്രത്യേകതകളുള്ള ശരീരമാണ്. അക്ഷയം, ക്ഷയിക്കാത്ത ശരീരം, അഴുകാത്ത ശരീരം, സൂക്ഷ്മമാണ്, ഇതിലേക്ക് കഥ കടച്ചിരിക്കാവുന്നതാണ്. അൽഫോൻസാമയ്ക്ക് വരാം, വിശുദ്ധ മറിയ തെരേസ്യയ്ക്ക് വരാം, മദർ തെരേസയ്ക്ക് വരാം, ദൈവം അനുവദിച്ചാൽ. ദൈവത്തിന് വരാൻ വാതിൽ തുറന്നു കൊടുക്കണോ? ഈശോ വന്നപ്പോ കഥ തുറന്നിട്ടാണോ വന്നത്? ആണോ? അല്ല, ഇതുപോലെ വരാം. സൂക്ഷ്മം, ലഘുത്വം, ഭാരമില്ല. അപ്പത്തിനകത്ത് ഈശോ ഇരിക്കുമ്പോ ഉദാശ ചെയ്യുന്നതിന് മുമ്പ് തൂക്കി നോക്കി ഉദാശ ചെയ്തു ഈശോയുടെ ശരീരമായി മാറി. ഇപ്പൊ തൂക്കം നോക്കിയാലോ വ്യത്യാസമുണ്ടോ? ഭാരമില്ല, ദീപ്തമാണ്, പ്രകാശമാണ്. ഞാൻ പറഞ്ഞു, താബോർ മലയിൽ 10,000 വെളിപാട് പുസ്തകത്തിൽ പറയും, ആ നഗരത്തിന്റെ ദീപം കുഞ്ഞാണ്. നമ്മുടെ സർവ്വത്തിന്റെ ആവശ്യമില്ല, അവിടെ വെള്ളത്തിന്റെ ആവശ്യമില്ല. സ്വർഗത്തിലെ കണ്ടില്ലെന്നാണ് അവന്റെ പ്രകാശം. ആ പ്രകാശത്തിൽ പങ്കുചേരുന്നവർ പ്രകാശിക്കും. അവിടെ പ്രകാശത്തിന്റെ ഒരു എന്താ പറയാ, ഒരു വലിയ ലോകമായി. മറ്റൊന്ന്, മരണത്തോടുകൂടി എന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. മനസ്സും ശരീരവും കൂടി ഒന്നായ എന്റെ വ്യക്തിത്വം ദൈവത്തിലേക്ക് ചേരുന്നതോടുകൂടി ശരീരത്തിന്റെ പരിമിതികളിലായിരുന്നപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ദൈവസ്നേഹം അതിന്റെ പൂർണ്ണതയും എനിക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം എന്നിൽ എന്തെങ്കിലുമൊക്കെ അശുദ്ധി, പാപത്തിന്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തലൻ പറയുന്നത്, ഞാൻ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്നാൽ മാത്രം എനിക്ക് നേട്ടമാണ്. കാരണം പിന്നെ ഞാൻ നഗ്നനായി കാണപ്പെടുകയില്ല. എന്ന് വെച്ചാൽ ശരീരം ഉണ്ടെങ്കിൽ എനിക്ക് പാപം ചെയ്യാൻ പറ്റുള്ളൂ, മരിച്ചാൽ പിന്നെ എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല. മരണം നേട്ടമാണ്. മരണം പിന്നെ ഞാൻ പാപം ചെയ്യില്ല. മരണം നേട്ടമാണ്. ദൈവസ്നേഹം അതിന്റെ പൂർണ്ണതയിൽ എനിക്ക് സ്വീകരിക്കാം. ഇപ്പോൾ ഞാൻ സ്വീകരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ തോതനുസരിച്ച് എന്റെ ആത്മാവ് വളരുന്നു. അല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ സ്വീകരിക്കുന്നതിന്റെ തോതനുസരിച്ച് ആത്മാവ് വളരുന്നത്. പക്ഷെ എന്റെ ആത്മാവ് മനസ്സും കൂടി കൂടിച്ചേർന്ന് എന്റെ വ്യക്തിത്വം ദൈവത്തോട് ചേരുന്നതോടുകൂടി ദൈവസ്നേഹം അതിന്റെ പൂർണ്ണതയിൽ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങുന്നു. എന്റെ ആത്മാവിന്റെ വളർച്ച ത്വരിതഗതിയിലാണ്. മരണം നേട്ടമാണ്. പിന്നെ എന്റെ ആത്മാവ് വളരുകയാണ്. അത്ഭുതസാമാനായ അല്ലെങ്കിൽ ദൈവപ്രദാസനായ അല്ലെങ്കിൽ ഒരു വിശുദ്ധനില് അവരും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പോഴുള്ള അതിനേക്കാൾ എത്രയോ 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 ശക്തമായിട്ട് ആത്മാവിന്റെ ചൈതന്യം നിറഞ്ഞ് കത്തി പടരുക. അവർക്ക് എന്തോരം സാധ്യതയുണ്ട്? ദൈവത്തോളം സാധ്യത. എന്റെ പിതാവ് പൂർണ്ണനായിരിക്കണം. മരണം നേട്ടമാണ്. മരണം നേട്ടമാണ്. മരണത്തിന് നന്നായിട്ട് ഒരുങ്ങണം, പ്രാർത്ഥിച്ചൊരുങ്ങണം, ഉപസാരിച്ചൊരുങ്ങണം. ജീവിച്ചിരിക്കുന്നവർക്ക് കടമയുണ്ട്, മരിച്ചവരെ നന്നായി ഒരുക്കി യാത്ര ചെയ്യണം. കടങ്ങളൊക്കെ വീട്ടണം. ഭൂമിയിലെ കുറെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനുണ്ട്. അപ്പനാണ് കടബാധ്യതകളൊക്കെ തീർക്കണം. സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വഴക്കുണ്ടാക്കരുത്. മക്കള് ഇതിനു ശേഷം അതൊക്കെ ക്രമീകരിച്ച് വെക്കണം. വിൽപത്രമൊക്കെ തയ്യാറാക്കി വെക്കണം. എല്ലാം മനസ്സിന് ഒരുക്കമായിട്ട് ചെയ്യണം. ബോധപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ആത്മാവിന്റെ കാര്യങ്ങൾ നന്നായിട്ട് കുമ്പസാരിച്ച് വെക്കണം. അന്ത്യഉദാശ കൊടുക്കണം. മരിച്ചവർ പോകുന്ന കടമകൾ നടക്കേണ്ടത്. ഇപ്പൊ മരിച്ചു തീർന്നു പോകരുത്. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു അടുത്ത ആഴ്ച പോയിട്ട് അടക്കം കഴിഞ്ഞേച്ച് തിരിച്ചു പോകും. പിന്നെ അപ്പനെ ആരും ഓർക്കാറില്ല. പിള്ളേർക്കും പോകാനും പറ്റില്ല. കാരണം അന്നേക്ക് സ്കൂളിൽ അവധിയില്ല. അതാണ് പോകുന്നത്. നാട്ടിൽ അപ്പം മരിച്ചാലേ അപ്പന്റെ അടുത്ത് ചിലപ്പോ മക്കളിൽ ആരെങ്കിലും മകരെങ്ങാനും പോയാലേ അല്ലെങ്കിൽ മകളെങ്ങാനും പോയാൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ 3-ാം ദിവസം അവിടെ നിന്ന് പോയി. പിന്നെ ആരും ഓർക്കാൻ? മരിച്ചവരോടുള്ള കടമകൾ മറക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അവർക്ക് വേണ്ടി ബലിയർപ്പിക്കണം, അവരെ ഓർക്കണം. കാരണം നമുക്കാണ് അവർ മരിച്ചത്, ദൈവത്തിന് മരിച്ചവരല്ല. അവരെല്ലാവരും ദൈവത്തിന്, അവര് ദൈവകരങ്ങളിലാണ്. അവർ മരിച്ചു എന്ന് ഭോഷന്മാർ കരുതി. അതുകൊണ്ട് അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവര് സ്വർഗത്തിലേക്കാണ് പോയതെങ്കിൽ, ശുദ്ധീകരണ സ്ഥലത്തിലല്ല, സ്വർഗത്തിലേക്കാണ് പോയതെങ്കിൽ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മളെ സഹായിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിലാണ് കിടക്കുന്നതെങ്കിൽ അത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധി അമ്മ പറഞ്ഞു, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അമ്മയുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർ അതാരാണ്? പരിശുദ്ധി അമ്മ ആദ്യമായി നൽകുന്ന മെസ്സേജിൽ എല്ലാ ആത്മാക്കളെയും നമ്മൾ ദേവന്മാരുടെ ഓരോ രഹസ്യം ജന്മവും അവസാനിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് അല്ലേ? അവരെ നമ്മൾ സ്നേഹിക്കണം. നിങ്ങള് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സാധാരണ കുർബാന ചെല്ലുന്നതിന് 100 രൂപ. എനിക്ക് മുന്നിയൊരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണം പോലെ വേർപെട്ടു പോയ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഒരു കൊല്ലം 1200 രൂപ മാറ്റിലേക്കാണെങ്കിൽ എല്ലാ മാസവും ഒരു കുർബാന, ഒരു കുർബാന അത്രയെങ്കിലും ചെയ്യണം. കാരണം അവർക്ക് അതൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് ശരീരത്തിൽ പീഡ സഹിച്ച ക്രിസ്തു നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിട്ടുണ്ട്. അവർക്ക് ശരീരമില്ലല്ലോ സഹിക്കാൻ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ വേണം കൈവരിച്ച് പ്രാർത്ഥിക്കാൻ. അവര് ചെയ്തു കൂട്ടിയ പാപത്തിന് ചില മേഖലകളിലൊക്കെ കടം വീടി കിട്ടണമെങ്കിൽ ഒത്തൊരുപ്പ് കടന്നു എന്നൊക്കെ പറയുന്നു. അത് ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് അപ്പൻ മരിച്ചുപോയി, അപ്പൻ മേടിച്ചു വെച്ചിരിക്കുന്ന ചില കടബാധ്യത ഉണ്ട്. എന്നിട്ട് അപ്പന് വേണ്ടി അപ്പന്റെ ബോധനത്തിൽ പരിഹാര പ്രവർത്തികളാണ്, അല്ലെങ്കിൽ പ്രായശ്ചിത്ത പ്രവൃത്തികളാണ്. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. അതെല്ലാം യേശുവിന്റെ ബലിയോട് ചേർത്ത് സ്വർഗം സ്വീകരിക്കും. അവരുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ അവർക്ക് റിലീസ് അടുത്തത് പോകും. ഉത്തരം കിട്ടിയോ? വിശുദ്ധരൊക്കെ ഏതവസ്ഥയിലായിരുന്നു. ഇപ്പൊ നമ്മൾ അവരോട് മധ്യസ്ഥം പറഞ്ഞല്ലോ, ഒരു ദൈവകരങ്ങളിലാണ്. അവര് മരിച്ചു എന്ന് ദോഷന്മാർക്ക് ഒരു പത്രം അവരെ സ്പർശിക്കുന്നില്ല. ഞാൻ 3:1 മുതൽ 4 വരെ പറയും. ശുദ്ധീകരണാത്മാക്കളെ കുറിച്ച് അവർ പറയും. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കഴിയും. ശുദ്ധീകരണ സ്ഥലത്ത് ഉലയിൽ സ്വർണം എന്നതുപോലെ അവർക്ക് അവരെ ശോധന ചെയ്യും. സ്വർണം ഉലയിൽ വിൽക്കുന്നത് അതിന്റെ മാലിന്യം മാറ്റാൻ ദേശീയ 1:25 വേനൽ കലർന്ന വില പെട്ടത് മാറ്റിക്കളയാൻ മെനയാൻ അഗ്നി. നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നു, ഞാനിങ്ങനെ ഞെട്ടിപ്പോകാറുണ്ട്. പരിശുദ്ധാത്മാവെ അഗ്നി അയക്കണേ എന്നൊക്കെ പറയുമ്പോഴേ സത്യം പറഞ്ഞ ഞാൻ പാടാറില്ല കേട്ടോ. ഈശോയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്നാപയോഹനം പറഞ്ഞു, അവന്റെ 2 സോഫ്റ്റ്വെയർ കൊടുത്തു. ഒന്നാണ് പരിശുദ്ധാത്മാവിനാണ് നിങ്ങളെ സഹായപ്പെടുന്നത്. അതിന് സഹകരിക്കാത്തവൻ കുറച്ചൊക്കെ സഹകരിച്ചു, അവരെയാണ് ഈ താഴെ കൊട്ടേക്കുന്നത്. ഈ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അവരെയാണ് 2ാമത്തെ സ്നാനം കൊടുക്കുന്നത്, അഗ്നിസ്നാനം. അഗ്നിസ്നാനം എന്ന് പറഞ്ഞ ശുദ്ധീകരണ സ്ഥലത്തില് സഹനം. അത് അയക്കണേ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് തീർച്ചയായിട്ടും ദൈവം തരണമല്ലോ. വേണ്ടേ? പാട്ട് എഴുതുന്നവനെ ബോധമില്ലാത്തവൻ അവൻ പലത് എഴുതി. അതിപ്പോ അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ. ഈ അഗ്നി അയക്കണമേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനം കൊടുക്കും എന്നൊരു വചനം ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വന്ന കക്ഷിയുടെ വായിക്കൂടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അത് ഈ സോഫ്റ്റ്വെയർ. അതായത് ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത്, അതൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ എന്തിനുള്ളതാണ്? ആദ്യം ഞാൻ പറഞ്ഞത് മറന്നോ? ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ 60, 70, 80, 90, 100 വർഷത്തെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാനായി. ഒരു ജീവിതം മുഴുവനാണ് ദൈവം നമുക്ക്. അവസാനത്തെ നിമിഷമെത്തി ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, സുബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നീ എടുക്കുന്ന തീരുമാനത്തെയാണ് ദൈവം നിന്റെ
വിധിയായി അംഗീകരിക്കുന്നു. നീ എടുത്ത തീരുമാനം കുരിശിന്റെ വലതുവശത്ത് കിടക്കുന്നവരെടുത്തു, എനിക്ക് യേശുവിനോട് പക്ഷം വേണം. വേറൊരാൾ തീരുമാനിച്ചു, എനിക്ക് യേശുവിനെ വേണ്ട. നീ എടുത്ത തീരുമാനത്തെ ദൈവം അംഗീകരിക്കും. അവസാന നിമിഷം തീരുമാനം എടുത്തപ്പോഴ് പക്ഷെ നമുക്കൊന്ന് സംസാരിക്കാനൊക്കെ പറ്റി. ഒരു അനുതാപത്തിന്റെ കണ്ണീരിന്റെ അനുഭവമുണ്ട്, ഉള്ളിലൊരു നനവുണ്ട്. നിന്നെ ദൈവം തള്ളി കളയാൻ അങ്ങനെയുള്ളവർ ഇടാനുള്ള സ്ഥലമാണ് ഈ വാദം. അതിനകത്തേക്ക് ഇടുന്നതെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇനി ചില പാട്ടൊക്കെ പാടുമ്പോൾ ഉള്ളിലൊരു ഞെടുക്കുണ്ടാവും. ഈ പാട്ട് പാടുന്നവര് പാടുമ്പോൾ പലപ്പോഴും അത് മനസ്സിലാക്കാതെ നമ്മൾ പാടും. അത് ഒക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇതൊരു ധ്യാനമാണ്. മരണവും മരണാനന്തര ജീവിതവും. നമ്മൾ അതിന്റെ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ. ഏതാണ്ട് ഒരു ഇപ്പൊ വേണമെങ്കിൽ ഞാനിങ്ങനെ പറയാം, ഒരു 10 രൂപ വാക്ക് കിടക്കുന്നു. അത്രയുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് വേറെ ആരെയെ കുറിച്ച്, എന്നെ കുറിച്ചാണ്. എന്റെ ആത്മീയ ജീവിതത്തിന്റെ അന്ത്യം, അല്ലെങ്കിൽ അത് അന്ത്യമല്ല, അതിന്റെ ഈ ലോകത്തിൽ നിന്ന് ഉള്ളതിന്റെ തുടർച്ച, അതിനെ കുറിച്ചാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഈ മണ്ണിന്റെ ഭാഗമായിട്ട് പോകും. മനുഷ്യ നീ മരണം എന്ന് പറയുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവും മനസ്സും കൂടി വേർപെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മരണം. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന പ്രക്രിയയല്ല. ആത്മാവും മനസ്സും കൂടി ചേർന്ന എന്റെ വ്യക്തിത്വം ശരീരത്തിൽ നിന്ന് വേർപെടുന്ന പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. ആത്മാവ് ശരീരത്തിൽ ഊരിപ്പോയിട്ട് തിരിച്ചു വന്ന അനുഭവങ്ങൾ ബൈബിളിൽ പല ആളുകൾക്കും പ്രവാചക ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. ആത്മാവ് പോയിട്ട് തിരിച്ചു വരുന്ന അനുഭവങ്ങൾ. അപ്പോൾ മരണമായില്ല, പൂർണ്ണമായ മരണമായില്ല. ആത്മാവും മനസ്സും കൂടി ചേർന്ന വ്യക്തിത്വം വേർപെടുമ്പോഴാണ് മരണം. മരണം സംഭവിച്ചു കഴിഞ്ഞാല് ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം പിന്നീട് 14 തരം ബാക്ടീരിയകൾ പോകാം. അത് 3 മുതൽ 6 വർഷം കൊണ്ട് അതിനെ പൊടിച്ച് മണ്ണിന്റെ ഭാഗമാക്കി തീർക്കും. 3 മുതൽ 6 വർഷം കൊണ്ട് ഈ മണ്ണിന്റെ ഭാഗമായിട്ട് വീണ്ടും അവരെ മാറ്റും. അതുകൊണ്ട് ഈ ശരീരത്തിൽ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആത്മാവും മനസ്സും കൂടി ചേർന്ന് എന്റെ വ്യക്തിത്വം പിന്നീട് കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ ഇങ്ങനെ ദാഹിക്കപ്പെടും. കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ ദാഹിക്കപ്പെടുന്നു. ഇന്ന് വെള്ളത്തിൽ കിടന്നപ്പോൾ ആ വിഷമം അറിയില്ല. ശരീരത്തിന് പുറത്തു വന്നു കഴിയുമ്പോഴാണ് ആത്മാവ് പാരവശം അനുഭവിക്കുന്നത്. ആ സമയം ദൈവത്തിന്റെ ആത്മാവിനോട് ചേരാൻ പറ്റിയില്ലെങ്കിൽ ഈ ആത്മാവ് അനുഭവിക്കുന്ന നൊമ്പരം ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും അനുഭവിക്കുന്ന നൊമ്പരത്തിന്റെ 10,000 മടങ്ങ് ശക്തിയേറിയതാണ് ഒരു നിമിഷത്തെ വേദന. ഇമാജിൻ ചെയ്യാൻ ഭാവനയെ പോലും കാണാൻ അത്രയ്ക്കും ഭയാനകം ഈ വിശുദ്ധം. അപ്പൊ അത്രയും ഭയാനകമായൊരു വേദന ആത്മാവിനെ കിട്ടുകയാണ്. അത് നിത്യകാലത്തേക്ക്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഒന്ന് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ. ഈ ലോകം ഒന്നും മുഴുവൻ വെട്ടിപ്പിടിച്ചില്ലാതെ നമുക്കൊന്നും കുഴപ്പമൊന്നും. ലോകത്തിലുള്ളത് എല്ലാം നമുക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് അപ്പസ്വരം പറഞ്ഞത് അത്യാവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും വസ്ത്രവും അതിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സൃഷ്ടിപ്പെടാൻ പണിയെടുക്കോ പണിക്കോ വീടുകോ അതൊക്കെ തെറ്റാണെന്നല്ല നമ്മൾ കൃഷിക്കാൻ ലക്ഷ്യം. ഇതൊരു അംഗീയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഈശോയ്ക്ക് ഈ ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കൊരു മാമോദിസ സ്വീകരിക്കാൻ. തന്റെ സഹന മരണ ഉത്ഥാനത്തെ കുറിച്ചാണ് ഈ മാമോദിസ എന്ന വാക്കിലൂടെ ഈശോ വാർത്തത്. നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകുന്നത് ഞാനിങ്ങനെ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറയാറുണ്ട്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നലെ യാത്രയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ നമുക്കറിയില്ലല്ലോ. അടുക്കലെടുക്കും ഗൗരവമായ പാവമൊന്നും വെച്ചുകൊണ്ടിരിക്കും. കുമ്പസാരിച്ചിട്ട് ഓരോ രാത്രിയും അല്ലെങ്കിൽ ഒരു ദിവസം പോലും മോനപ്രസാദ അവസ്ഥയിലല്ലാതെ കടന്നു പോകാൻ
പിന്നെ ദൈവത്തിന്റെ കരുണ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, കരുണയുടെ വാതിലൂടെ കടത്തുന്നില്ലെങ്കിൽ നിനക്ക് നീതിവിധിയുടെ വാതിലൂടെ കണ്ടുപോകാൻ. ഒന്നെങ്കിൽ കരുണയുടെ വാതിൽ, അല്ലെങ്കിൽ അതാണ് രക്ഷയുടെ വാതിൽ, മറ്റൊന്ന് നീതിവിധിയുടെ. കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് കരുണയുടെ വാതിലൂടെ കടക്കാൻ ദൈവം അത് തുറന്നിട്ടിരിക്കുകയാണ്. ആ പാത തുറന്നിട്ടിരിക്കുക. അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അകത്ത് കയറാം. വളരെ സീരിയസ് ആയ കാര്യമാണ്. വളരെ 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 ഗൗരവമാണ്. നന്ദി. ഈ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. എഴുതിയിരിക്കാമോ? കണ്ണുകളൊക്കെ അടച്ച് കൈകളൊക്കെ യേശുവേ യേശുവേ അറിയാവുന്നവരൊന്ന് പാടിക്ക് 2 വരി. അത് കഴിയുമ്പോൾ എല്ലാവരും ഇവിടെ ഏറ്റു പാടുക. അങ്ങനെ അങ്ങ് എല്ലാവരും ഉറക്കപ്പാടും. കണ്ണൊക്കെ അടച്ച് കൈകൂട്ടി. കുറച്ചുകൂടെ ജീവനോടെ പഠിക്കുക. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കർത്താവായ ഈശോയുടെ സാന്നിധ്യത്തിന്റെ മുമ്പില് ഉപ്പുകരങ്ങളോടെ നമുക്ക് നിൽക്കാം. മരണത്തെ ജയിച്ചവനാണ് എന്റെ ദൈവം. മനുഷ്യന്റെ മേൽ
കെട്ടി ഏൽപ്പിക്കപ്പെട്ട മരണത്തെ ഈശോ തന്റെ മരണം കൊണ്ട് തോൽപ്പിച്ചു. ഫെബ്രുവരിക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. ഫെബ്രുവരി 2:14. മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ അവൻ തോൽപ്പിച്ചു. അങ്ങനെ ജീവിതകാലം മുഴുവനും മരണഭയത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനെ അവൻ മോചിപ്പിച്ചു. യേശുവിന് മുമ്പ് ആരും മരണത്തെ തോൽപ്പിച്ച് മരണത്തിന്റെ മേൽ വിജയം വരിച്ച് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന ഒന്നാണ് മരണം. മനുഷ്യന്റെ ചരിത്രത്തോളം മനുഷ്യന്റെ ജന്മം എന്നാണോ അന്ന് മുതൽ മനുഷ്യൻ ഭയപ്പെട്ടിരുന്നതാണ് മരണം. എല്ലാ ജീവികളും ഭയപ്പെടുന്നതാണ് മരണം. പല്ലി അതിന്റെ വാല് മുറിച്ചിട്ട് ഓടുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ജീവികൾക്കും മരണത്തിന് ഭയമാണ്. മരണത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്ന പിശാച് മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിച്ച മരണത്തിന്റെ മേൽ യേശു വിജയം ലഭിച്ചു. അവൻ ജീവന്റെ നാഥനായിട്ട് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സാത്താൻ ഭയന്ന് വിറച്ചു. നൂറ്റാണ്ടുകളായുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു മരണത്തിൽ നിന്നും ഞങ്ങളുടെ ജീവനിലേക്ക്. മഹർഷിമാര്, നമ്മുടെ ഇന്ത്യയിലെ മഹർഷിമാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സത്യോർമ്മ അമൃതം ഗമയ. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, മരണമില്ലായ്മയിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. യേശു മാത്രമാണ് മരണത്തിൽ ജയിച്ചത്. അവന് മരണമില്ല, അവനിന്ന് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിക്കുന്നത് യേശുക്രിസ്തു മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട്. മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം വെറുതെ, നിങ്ങളുടെ വിശ്വാസവും വെറുതെയാണ്. അതുകൊണ്ട് ആദിമസഭയുടെ ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരുന്നു ഇന്നും സഭ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്ന കാര്യം, ക്രൈസ്തവന്റെ ഏറ്റവും വലിയ വിശ്വാസം അല്ലെങ്കിൽ ഏറ്റവും വലിയ വിശ്വാസ സത്യം യേശു മരിച്ചവരെ ഉയർപ്പിക്കപ്പെട്ടു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു, ക്രിസ്തു ജീവിതത്തിന്റെ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വഴി കുറച്ചുകൂടി ആഴത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചു. ജീവിതം ഒരു നല്ല മരണത്തിന് വേണ്ടിയിട്ട്, മരണനിദ്രയ്ക്ക് വേണ്ടി ഒരുങ്ങാനും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾ തമ്മിൽ നിദ്രയിലൂടെ എന്നതുപോലെ ഉണർവിലേക്ക്, നിത്യമായ ഒരു ജീവനിലേക്ക് ഉണരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം. ഒപ്പം ഞങ്ങളുടെ മൺമറിഞ്ഞു പോയ പൂർവികരുടെ ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾ, ഞങ്ങളുടെ അപ്പന്റെ അമ്മയുടെ, ഞങ്ങളുടെ കൂടപ്പുറപ്പുകളുടെ, വല്യപ്പന്റെ വല്യമ്മയുടെ, ജീവിത പങ്കാളികളുടെ ഒക്കെ ആത്മാക്കളെ ആ ഉണർവിലേക്ക് ഒരുക്കത്തോടെ നല്ല മരണം പ്രാപിക്കാനുള്ള, നല്ല മരണനിദ്ര പ്രാപിക്കാനുള്ള ഭാഗ്യം മാത്രം കർത്താവിനാണ്. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും സഹായിക്കണം. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്നു. അമ്മ കുമാരനോട് ചേർന്ന് നിന്ന് സഹനബലിയിൽ പങ്കുചേർന്നപ്പോൾ
മരണത്തിന്റെ കഠോരമായ നൊമ്പരങ്ങളും വേദനകളും പുത്രനെ ഏറ്റുവാങ്ങി പടയുന്നത് കണ്ടപ്പോൾ ഈശ്വരനോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മ സാധിച്ചു. ജീവിതം ഒരു ബലിവസ്തുവായിട്ട് അമ്മ പുത്രനെ സമർപ്പിച്ചു. യേശുവിന്റെ യാഗത്തോട് അമ്മയുടെ യാഗവും ചേർക്കപ്പെട്ടു. അമ്മയുടെ കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ബലിജീവിതമായി കർത്താവിന്റെ ബലിയോട് ചേർക്കപ്പെടാൻ സാധിച്ചപ്പോൾ അതിന്റെ അവസാന ഉത്ഥാനത്തിന്റെ മഹത്വവും പ്രാപിക്കാനായി അമ്മയുടെ ഈ കുഞ്ഞുങ്ങളെ വിട്ടവരെ പ്രാർത്ഥനയിൽ സഹായിക്കുക. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ സകല വിശുദ്ധരും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഭൂമിയിൽ വന്ന് ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന മാലാഖ ബന്ധങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു വെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരുപാട് വർഷങ്ങളായിട്ട് സണ്ണിച്ചേട്ടനുള്ള കാലം മുതൽ ഇവിടെ വരാനും വിവരിച്ചിരിക്കാവോ? ഒരു മിനിറ്റ് അത് വിവരിക്കുന്നില്ല. വരാനും കൂട്ടായ്മയുള്ള പലരെയും കാണാനും അതിനെ പങ്കുവയ്ക്കാനൊക്കെ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. നമ്മുടെ കുർബാനയുടെ അവസാനം പറയുന്നവരെ അവസാനം ഇങ്ങനെ പറയാത്ത ഇനി ഒരു ബലി അർപ്പിക്കാമെന്ന് ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെ. ഒരിക്കൽ കൂടെ ഇങ്ങനെ എല്ലാവർക്കും കൂടി ഇവിടെ വെച്ചിങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും ഇല്ലേ? മനസ്സുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു ഐക്യത്തിൽ ഒരുമിച്ചായിരിക്കാൻ പറ്റും. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഒത്തിരി സ്നേഹവും ആത്മബന്ധമുള്ള കുറെ സഹോദരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ പ്രത്യേകിച്ച് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും 2-3-4 പേരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. സിജോയും ടോമിയും അതുപോലെ തന്നെ ഫ്രാൻസിസും റോയും അവരെയൊക്കെ ഞാന് ഒത്തിരിയേറെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെയും പിൻബലം പലപ്പോഴും എനിക്ക് എന്റെ ശുശ്രൂഷകൾക്ക് ലഭിക്കാറുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കുമല്ലോ. മറ്റന്നാള് രാവിലെയാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. നമ്മള് തന്ന സ്നേഹത്തിനെല്ലാം ഒരിക്കൽ കൂടെ എന്താ പറയാ സ്നേഹത്തിന്റെ പ്രാർത്ഥനയുടെ നിർബന്ധത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വിടാം. നമുക്കെല്ലാവർക്കും ജോർജ് കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു 3-4 ക്ലാസ് പോയെങ്കിലും അവിടുന്ന് സമയം ഒരുക്കി വന്ന് ചെയ്ത് തീർന്നതിനോട് ജോർജ് ബ്രദറിനോട് നന്ദി പറയാൻ. അതുപോലെ തന്നെ ജോർജ് ബ്രദർ ഇനിയും അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നതിനും അനേകം മക്കളെ പരിശുദ്ധാത്മാവിന്റെ വിഷയത്താൽ അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും മറ്റെല്ലാ മേഖലയും ശുശ്രൂഷ മേഖലകളിലും ജീവിതചര്യയിലും മറ്റുള്ളവർക്ക് ഒരു മാർഗമായി മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തില് നമ്മളെല്ലാവരും ഒന്നിച്ച് അവിടെ സന്നിധിയിൽ അങ്ങയുടെ യേശുവിന്റെ സന്നിധിയിലായിരിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജോർജ് ബ്രദറിനെ കുടുംബത്തെ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. Thank you, sir.